ഹലോ, വെൽക്കം ഓൾ. നമ്മുടെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ ക്ലാസ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 7മായി ബന്ധപ്പെട്ട് 7ന്റെ ടോപ്പിക് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോസ്. 10 മാർക്കിനുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് 10 മാർക്കിനാണ് നമുക്ക് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇതിലൊരു ടോപ്പിക്ക് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിന് എന്തും ചോദിക്കാം അല്ലെ? 10 മാർക്കിന് ഈ ഭാഗത്ത് നിന്ന് എന്തും ചോദിക്കാം എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോസ് എന്ന് പറയുന്ന നിയമമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് സൈബർ സ്പേസ് റൈറ്റ് ടു ബി ഫോർഗോട്ടൺ. അവിടെ മുതൽ നമ്മൾ ഇന്ന് എന്താ പറയാ, നമ്മൾ ഈ ഒരു ഭാഗം വരും, ഇന്റർമീഡിയറീസ് എന്ന് പറയുന്ന ഒരു ഭാഗം വരെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ് ടു ഇന്റർമീഡിയറ്റ്സ് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സിലബസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ നമ്മളുടെ സ്ലൈഡിലേക്ക് പോവാം. നമ്മളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നമ്മുടെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ സ്ലൈഡിലേക്ക് നമ്മൾ കടക്കാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് ഫണ്ടമെന്റൽസ് ഓഫ് സൈബർ സ്പേസ് എന്ന് പറയുന്ന ഭാഗമാണ് അല്ലെ? ഫണ്ടമെന്റൽസ് ഓഫ് സൈബർ സ്പേസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോ നമുക്കറിയാം ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത് ബോർഡർലെസ് ആണ് അല്ലെ? ബോർഡർലെസ് നമ്മുടെയൊക്കെ ഒരു ഫിസിക്കൽ ബോർഡർ പോലെയല്ല സൈബർ സ്പേസ് അല്ലെ? നമുക്ക് മതിൽക്കെട്ടുകളും വലിയ ബാർബ്ഡ് വയേഴ്സ് ഒന്നും ഇടാൻ പറ്റില്ല അല്ലെ? നമ്മുടെ ഫിസിക്കൽ ടെറിട്ടറി ഒന്നും വ്യത്യസ്തമാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ എൻഫോഴ്സ്മെന്റ് വളരെ കോംപ്ലിക്കേഷൻ ആണ്, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ് അല്ലെ? അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സെർവർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ അമേരിക്കയിലുള്ള ആളെ നമുക്ക് പണിഷ് ചെയ്യാൻ സാധിക്കും അല്ലെ? നിങ്ങളുടെ പ്രൈവസി ലോസ് അല്ലെ? ഒരു ഗ്ലോബൽ ടെക് ജയൻസുകൾ ഫേസ്ബുക്ക് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ എന്താ പറയുക ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് US-ലാണ്, കാലിഫോർണിയയിലാണ്, അല്ലെങ്കിൽ ഡെൽവറിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പോയിട്ട് അവിടെ നിങ്ങളുടെ പ്രശ്നം എൻഫോഴ്സ് ചെയ്യും? അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ സൈബർ സ്പേസിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ബോർഡർലെസ് എന്നുള്ളത് കൊണ്ടാണ് അല്ലെ? സോണോ? അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ എന്താ പറയാ, ഇപ്പോ നമുക്ക് മറ്റേ നമ്മുടെ ഫിസിക്കൽ വേൾഡിലാണെന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മളുടെ ജോഗ്രഫിയുമായിട്ട് അത് ടൈഡാണ്. നിങ്ങളൊരു അമേരിക്കയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രാൻസിൽ ഇരുന്നു കൊണ്ടോ എന്തെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഫ്രഞ്ച് പോലീസ് നിങ്ങൾ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്യും. പക്ഷേ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് സെർവേഴ്സ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫിസിക്കൽ ബോർഡേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ എൻഫോഴ്സ്മെന്റ് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അല്ലെ? അപ്പോ അതൊരു വലിയൊരു എന്താണ്, സൈബർ സ്പേസിന്റെ വലിയൊരു പ്രത്യേകതയാണ് ഈ പറഞ്ഞ ബോർഡർലെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡാറ്റ പെർസിസ്റ്റൻസ് ആണ്, ഡിജിറ്റൽ ഇമ്മോർട്ടാലിറ്റി എന്ന് നമ്മൾ പറയും അല്ലെ? യെസ് ഓർ നോ? അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇൻഫർമേഷൻ ഫേഡഡ് ഇൻ ടു ഒബ്സ്ക്യൂരിറ്റി ഓവർ ടൈം ഡ്യൂ ടു ഫിസിക്കൽ ഡിഗ്രഡേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് ദ എഫേർട്ട് റിക്വയർഡ് ടു റിട്രീവ് ദം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് നമുക്കറിയാം നമ്മളുടെ സാധാരണ ഈ ഡാറ്റ ഇന്റർനെറ്റില് അല്ലെങ്കിൽ മറ്റേ സൈബർ സ്പേസിൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയ്ഡ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? നമ്മുടെ ഫിസിക്കൽ റെക്കോർഡ്സുകൾ എപ്പോഴും ഡീഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ, നമ്മുടെ എവിടെയെങ്കിലും ബേസ്മെന്റ്സിലോ നമ്മുടെ വീടുകളിലോ ഒക്കെ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര രീതിയിലുള്ള ഹ്യൂമൻ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമാണ് നമുക്കത് ഡിഗപ്പ് ചെയ്തെടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ എന്ന് പറയുക അല്ലെ? അപ്പോ അതുകൊണ്ട് തന്നെ നമ്മളെ പല ഫിസിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മറന്നു പോകുന്നത് കൊണ്ട് തന്നെ ആളുകൾ ആ ഡാറ്റയെ കുറിച്ച് മറക്കുന്നു, ആ ഇൻഫർമേഷനെ കുറിച്ച് മറക്കുന്നു അല്ലെ? ആളുകൾ പതിയെ അതിനെക്കുറിച്ച് മറന്നു പോകുന്നു. എന്നാൽ സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അല്ലെ? നമ്മുടെ പല ഇൻഫർമേഷൻസും വളരെ ചീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ ഡാറ്റ ഒരിക്കലും നശിച്ചു പോകുന്നില്ല,
അല്ലെങ്കിൽ അത് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലെ? ഉദാഹരണം നിങ്ങളിപ്പോ ഒരു എന്താ പറയുക, എക്സാമ്പിൾ എന്താ പറയുക, നിങ്ങൾ ബാങ്ക്രപ്റ്റ് ആയി. നിങ്ങൾ ഒരു 2000 നിങ്ങൾ ബാങ്ക്രപ്റ്റ് ആയെന്ന് വിചാരിക്കുക, 2000. എന്നിട്ട് അത് നിങ്ങൾ ബാങ്ക്രപ്റ്റ് ആയ വിവരം പത്രത്തിൽ വരികയുണ്ടായി. അല്ലെ? 30 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ എന്താ പറയാ, അതിന്റെ ആ പത്രവാർത്തകളും മറ്റുമൊക്കെ അന്നത്തെ വാർത്തകളായിരിക്കും. പിന്നെ പത്രവാർത്തകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ആൾക്കാരത് മറന്നു പോയിട്ടുണ്ടാവാം എന്നുള്ളതാണ്. പക്ഷെ ആ പത്രവാർത്ത ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ ഡാറ്റയുടെ ഡിജിറ്റൽ സ്പേസിലോ വരികയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അല്ലെ? അതൊരിക്കലും മാഞ്ഞു പോവില്ല എന്നുള്ളതാണ്. അല്ലെ? അത് അവിടെ കിടക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ആ ആ വിഷയം നിങ്ങളുടെ ബാങ്ക്രപ്റ്റ് ആയി എന്നുള്ള വിവരം എന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്പ്യൂട്ടർ സെർവറുകളിൽ എന്നും നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫെയ്ഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതിനകത്തില്ല, ഈ സൈബർ സ്പേസിൽ ഇല്ല. അതുകൊണ്ടാണ് ഡാറ്റ പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിജിറ്റൽ മെമ്മറി ഒരിക്കലും നശിക്കപ്പെടുന്നില്ല എന്നത്. അതും നമ്മുടെ സൈബർ സ്പേസിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെ? അപ്പോൾ നമ്മുടെ ഡാറ്റാസ് എന്ത് ചെയ്യും, എന്നെന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ സൈബർ സ്പേസിൽ നിലനിൽക്കുന്നു എന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ നമുക്കറിയാം, ഈ സെർച്ച് എഞ്ചിൻ ഇൻഡെക്സിംഗ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, അല്ലെ? അതാണ് നമ്മുടെ ഏറ്റവും സൈബർ സ്പേസിൽ ഏറ്റവും എന്താ പറയുക, ഏറ്റവും സ്കേറിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതായത് നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെർച്ച് എഞ്ചിനിൽ കിടക്കുന്നുണ്ടെങ്കിൽ എന്നെന്നും ആ ഡാറ്റ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഈ പറഞ്ഞ ഡാറ്റ പെർസിസ്റ്റൻസ് എന്നുള്ളത് രണ്ടാമത്തെ സൈബർ സ്പേസിന്റെ പ്രത്യേകതയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ, അല്ലെ? റൈറ്റ് ടു ബി ഫോർഗോട്ടൺ എന്ന് പറയുന്നത് ഒരു ലീഗൽ കൺസെപ്റ്റ് നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിട്ടുണ്ട്. That individuals have right to have private information about them removed from internet searches and other directories under certain circumstances. It serves as a countermeasure, sorry, to digital permanence എന്നാണ് പറയുന്നത്, അല്ലെ? അതായത് റൈറ്റ് ടു ബി ഫോർഗോട്ടൺ, മറന്നു പോവുക, നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ മറക്കുക, മറ്റുള്ളവരെ കൊണ്ട് മറപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ മറന്നു പോവുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഡിജിറ്റൽ സ്പേസ് അല്ലെങ്കിൽ സൈബർ സ്പേസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ പെർമനൻസ്. നമ്മൾ തൊട്ടു മുന്നത്തെ സ്ലൈഡ് പറഞ്ഞു, അല്ലെ? അപ്പൊ ഈ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്നേക്കുമായി പോവുക, നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഇല്ലാതാക്കുക, അല്ലെ? ആ ഒരു റൈറ്റിനെയും സൈബർ സ്പേസിൽ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെ? സോർണോ? അപ്പൊ ഉദാഹരണം എന്താ പറയാ, എന്നെ കുറിച്ചുള്ള പണ്ട് നടന്ന കാര്യം ഇപ്പോഴും ഡിജിറ്റൽ സ്പേസിൽ ഉണ്ടെങ്കിൽ ആളുകൾ എന്നെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പണ്ട് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ആളുകൾക്ക് ലഭിക്കുമ്പോൾ ആ പണ്ടത്തെ സ്വഭാവം തന്നെയായിരിക്കും എനിക്ക് എന്നുള്ളത് ഇപ്പോഴും ആളുകൾ വിചാരിക്കും. 30 കൊല്ലം മുന്നേ നടന്ന ഞാൻ ദരിദ്രനായി ബാങ്ക്രപ്റ്റ് ആയ വിവരം അന്നത്തെ പത്രവാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ 30 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ആ വാർത്തകൾ ഡിജിറ്റൽ സ്പേസിലുണ്ട്, സൈബർ സ്പേസിൽ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ആൾക്കാരും ആ 30 കൊല്ലം മുന്നേ ഞാൻ എങ്ങനെയായിരുന്നു അത് തന്നെയായിരിക്കും ഇപ്പോഴും എന്ന ആളുകൾ ധരിക്കുകയും, അല്ലെ? അതായിരിക്കും എന്റെ പേഴ്സണാലിറ്റി എന്ന് ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ അതുവഴി കണ്ടോ, അതായത് എന്താ പറയാ, ആ ഒരു പ്രശ്നം എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഉണ്ടാവും. അപ്പൊ എന്റെ കുറിച്ചുള്ള ആ ഇൻഫർമേഷൻ സൈബർ സ്പേസിൽ നിന്നും ഒഴിവാക്കാനോ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ചെയ്യാൻ പറ്റും. അപ്പൊ റൈറ്റ് ടു ബി ഫോർഗോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള വിവരം ആളുകൾ മറക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഡിജിറ്റൽ സ്പേസിൽ നിന്നും ആ എന്നെ കുറിച്ചുള്ള ഡാറ്റാസ് ഒഴിവാക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഉത്തരം എന്ന് പറയുന്നത്, എനിക്ക് രണ്ട് കേസുകളാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഒന്ന് ഗൂഗിൾ സ്പെയിൻ കേസും, രണ്ട് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന് പറയുന്ന രണ്ട് കേസുകളാണ്, അല്ലെ? അതായത് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ആലോചിക്കുക, നിങ്ങളെക്കുറിച്ച് ഒരാള് ഡാമേജിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളെ എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹൈഡ് ചെയ്ത് വെക്കാൻ ഒരു അധികാരവും ഇല്ല എന്നുള്ളതാണ്, അല്ലെ? അതായത് നിങ്ങളെക്കുറിച്ച് ഡാമേജിങ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെ? നിങ്ങൾ ബാങ്ക്രപ്റ്റ് ആയെന്നോ, നിങ്ങൾ ചതിയനാണെന്നോ, അത് സത്യസന്ധമാണ്. നിങ്ങൾ ഒരാളെ പറ്റിച്ചു, എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ വലിയൊരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ വന്നു, അല്ലെ? അതായത് ആ യൂറോപ്യൻ യൂണിയന്റെ വിധി എന്ന് പറയുന്നത്, അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനെയാണ്, അല്ലാണ്ട് നിങ്ങൾ ഇൻഫർമേഷൻ പോസ്റ്റ് ചെയ്ത വെബ്സൈറ്റിനെ കുറിച്ചല്ല.
അതായത് നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സെർച്ച് എഞ്ചിൻ ഇൻഡെക്സ്ഡ് ആണ്. സോ സെർച്ച് എഞ്ചിനിൽ ഉണ്ടാവാം. അപ്പൊ ആ സെർച്ച് എഞ്ചിനിൽ നിങ്ങളെ കുറിച്ച്, ഇപ്പൊ എന്നെ കുറിച്ച് XYZ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ചിലപ്പോൾ സത്യസന്ധമായ കാര്യമായിരിക്കും, വർഷങ്ങൾ മുന്നേ നടന്ന കാര്യമായിരിക്കും. അപ്പൊ അതെടുത്ത് കളയണം. പക്ഷെ നിങ്ങൾക്ക് അത് കളയാനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഈ ഗൂഗിൾ സ്പെയിൻ കേസ് 2014 കേസിൽ എന്താ പറയുക, യൂറോപ്യൻ യൂണിയന്റെ എന്താ പറയുക, കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓഫ് ദി യൂറോപ്യൻ യൂണിയൻ പറഞ്ഞതെന്ന് വെച്ചാണ്, ദ ഇൻഡിവിജ്വൽ കുഡ് റിക്വസ്റ്റ് എ സെർച്ച് എഞ്ചിൻ ടു ഡീലിങ്ക് ഇൻഅക്യുറേറ്റ്, ഇൻഅഡക്വറ്റ്, ഇറലവന്റ് ഓർ എക്സസീവ് ഇൻഫർമേഷൻ അബൌട്ട് ദം ഈവൻ ഇഫ് ദ ഒറിജിനൽ പബ്ലിക്കേഷൻ വാസ് ലോഫുൾ. എന്താ പറഞ്ഞത്? അതായത് ഒരു ഇൻഡിവിജ്വലിന് വേണമെങ്കിൽ, ഇപ്പൊ എന്നെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഏതിലുണ്ട്, സെർച്ച് എഞ്ചിനിൽ എന്നെ കുറിച്ച് ഇത് ഇൻഫർമേഷൻ ഇതിനകത്ത് ഉണ്ടെങ്കിൽ, ഡിജിറ്റൽ വേൾഡിൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് എഞ്ചിനോട് റിക്വസ്റ്റ് ചെയ്യാം. എന്താണ് ആ ഇൻഫർമേഷൻ ഇപ്പോ റെലവെന്റ്, ഇപ്പൊ കറന്റ് അത് ഇൻഅക്യുറേറ്റ് ആണ്, ശരിയല്ല, ഇൻഅഡീക്വേറ്റ് ആണ്, അല്ല അത് കറക്റ്റ് അല്ല, അത് ശരിയല്ല, അല്ലെങ്കിൽ ഇറലവന്റ് ആണ്, ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു പ്രാധാന്യമില്ല, പണ്ട് കിടന്ന കാര്യം എന്തിനാ ഇപ്പോഴും എടുത്ത് പറയണേ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ആവശ്യമില്ലാതെ കിടത്തി കളയും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവൻ ഇഫ് ആ കൊടുത്ത ഇൻഫർമേഷൻസ് ലോഫുൾ ആണ്, നിയമപരമാണെങ്കിൽ പോലും അത് റിമൂവ് ചെയ്യാനായിട്ട് എനിക്ക് പറയാമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം നമുക്കറിയാം ഗൂഗിള്, അല്ലെ, ഗൂഗിളിനൊക്കെ പറയാൻ നമുക്ക് സെർച്ച് എഞ്ചിൻസ് ആണ്. അവർ ശരിക്കും പറഞ്ഞാൽ ദേ ആർ എന്താ കൺസിഡേർഡ് ടു ബി ഡാറ്റ കൺട്രോളേഴ്സ് എന്നാണ് പറയുന്നത്, അല്ലെ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിനോട് പറഞ്ഞുകൊണ്ട്, ഗൂഗിളിന് ഒരു റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ പറയാ, എന്നെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അത് ഇൻഅക്യുറേറ്റ് ആണ്, ഇൻഅഡക്വേറ്റ് ആണ്, ഇറലവന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, എനിക്കത് മാറ്റാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഉദാഹരണം 1998 ഒരു കേസ്, ഒരു സ്പാനിഷ് മാൻ, അയാള് എന്ത് ചെയ്തു, അയാളുടെ വീട് ബാങ്ക് ജപ്തി ചെയ്തു. അയാൾ പിന്നീട് ആ പണം അടക്കുകയും അയാൾ ആ വീട് റീപ്രോസസ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അയാളുടെ വീട് പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത അന്നത്തെ പത്രത്തിൽ വരികയുണ്ടായി. പിന്നെ 2010 ആയപ്പോഴത്തേനും എന്ത് ചെയ്ത്, അയാള് പൈസയൊക്കെ അടച്ചു, അല്ലെങ്കിൽ അന്ന് ബാങ്ക് പിടിച്ചെടുത്ത വീട് അയാൾ പിന്നീട് തിരിച്ചെടുക്കുകയുണ്ടായി. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് അയാൾ പിടിച്ചെടുക്കുകയുണ്ടായി എന്നുള്ളത്. പക്ഷെ അന്ന് ആ പത്രവാർത്ത, അന്നത്തെ ആ വാർത്ത ഇപ്പോഴും ഗൂഗിളിൽ ഉണ്ട് എന്നുള്ളതാണ്. അയാളെ കുറിച്ച് നമ്മൾ സെർച്ച് എഞ്ചിനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഇയാളുടെ വീട് ജപ്തി ചെയ്തു, ഇയാൾ പണം അടച്ചിട്ടില്ല എന്നുള്ള വാർത്തയാണ്. രസമാണോ? അപ്പോ എന്താ പറയാ, ആ എന്നെ കുറിച്ചൊരു ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ കംപ്ലീറ്റ് മുഴുവൻ ഇൻഫർമേഷൻസും മുഴുവൻ വെബ്സൈറ്റിലേക്കും, പല പല വെബ്സൈറ്റിലേക്ക് അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ശരിയല്ല. ഇപ്പൊ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പണ്ട് നടന്ന കാര്യം ഇപ്പോഴും എന്തിനാ പറയണമെന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പൊ അതിന് കോടതി ഉത്തരവ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആർട്ടിക്കിള് സെർച്ച് എഞ്ചിനിൽ നിന്ന് റിമൂവ് ചെയ്യാം. അതായത് ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് പ്രകാരം എന്താ പറയാ, ന്യൂസ് പേപ്പറിന് ആ വാർത്ത നിലനിർത്താം. പക്ഷേ ഗൂഗിൾ എന്ത് ചെയ്യണം, അത് ഡീലിങ്ക് ചെയ്യണം. അതായത് മറിയോയുടെ പേര്, മറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു സംഭവം കംപ്ലീറ്റ് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിൽ നിന്നും ഡീലിങ്ക് ചെയ്യണം എന്നുള്ളത് കോടതി പറയുകയുണ്ട്. ആ ഡാറ്റ ഉണ്ടാവും, ഡാറ്റ എവിടെ ഉണ്ടാവും, വെബ്സൈറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ പത്ര വാർത്തകൾ ഇപ്പൊ മനോരമയിലാണെങ്കിൽ മനോരമയിൽ ഉണ്ടാവും, ഹെറാൾഡ് ന്യൂസ് പേപ്പറാണെങ്കിൽ ഹെറാൾഡിൽ ഉണ്ടാവും, ന്യൂയോർക്ക് ടൈംസിന് ന്യൂയോർക്ക് ടൈംസിന്റെ വെബ്സൈറ്റിൽ അത് കാണും. എന്ന് വെച്ചിട്ട് നേരെ ഇയാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നേരെ ആ പഴയ വാർത്തയിലേക്ക് എന്തില്ല, അത് എത്തിക്കില്ല എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ എത്തിക്കാൻ പാടില്ല, അത് ഡീലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിധിയാണ് യൂറോപ്യൻ യൂണിയന്റെ വന്നത്. എന്താണ് ഈ ഗൂഗിൾ സ്പെയിൻ കേസ് എന്ന് പറയുന്ന കേസ്. പിന്നെ നമുക്ക് രണ്ടാമത് കാണാൻ പറ്റും ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ, GDPR എന്ന് പറയുന്ന കേസ്. യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആർട്ടിക്കിൾ 17 GDPR പ്രകാരം ഇവിടെ റൈറ്റ് ടു ഇറേസർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ടു ഇറേസർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, GDPR എന്ന് പറയുന്ന കേസ്. അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ ഓൺ ചെയ്യുന്നത്, അല്ലാണ്ട് കമ്പനീസിന് ഒരിക്കലും നിങ്ങളുടെ ഡാറ്റാസ് കളക്ട് ചെയ്ത് വെക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ കമ്പനീസിനോട് നിങ്ങളുടെ ഡാറ്റ ഇറേസ് ചെയ്യാനായിട്ട്, സെർച്ച് എഞ്ചിന് മാത്രമല്ല അവരുടെ കംപ്ലീറ്റ് സ്പേസിൽ നിന്നും അത് ഒഴിവാക്കി കളയാനായിട്ട് നിങ്ങൾക്ക് പറയാമെന്നാണ്. ബേബി അത് നിങ്ങൾക്ക് എന്താ പറയാ, അവരത് ഓൺ ചെയ്യുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമോ
ഉപകാരമോ അല്ലെങ്കിൽ ഉപദ്രവമല്ലാതെ ഉപകാരമോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ ഡാറ്റാസും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയോട് നിർദ്ദേശിക്കാം. ഇപ്പൊ ഉദാഹരണം, നിങ്ങളിപ്പോ ഒരു എന്താ പറയാ ഒരു നിങ്ങളൊരു ഫിസിക്കൽ എൻത്യൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു റണ്ണിങ് ആപ്പ് ഉണ്ട്, അല്ല ഇപ്പൊ നമുക്ക് സ്ട്രാവ പോലുള്ള ആപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡെയിലി റൊട്ടീൻസ്, ഉദാഹരണം നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ എക്സസൈസ്, നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, കംപ്ലീറ്റ് നിങ്ങളുടെ ആ ഒരു റേറ്റ്, നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് ട്രാക്ക് ചെയ്യാൻ, അതായത് നിങ്ങളുടെ ഡെയിലി റൊട്ടീൻസ് ട്രാക്ക് ചെയ്യുന്നതിന്റെ പെർമിഷൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ആപ്പിന് കൊടുത്തെന്ന് വിചാരിക്കുക. 5 വർഷം കഴിഞ്ഞു, നിങ്ങളിപ്പോൾ ആപ്പ് ഉപയോഗിക്കുന്നേ ഇല്ല. അപ്പൊ GDPR ഈ ആക്ട്, ഈ GDPR റൂള് പ്രകാരം, അല്ലെങ്കിൽ എന്താ പറയുക, ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ പ്രകാരം നിങ്ങൾക്ക് കമ്പനിക്ക് ഇമെയിൽ ചെയ്യാം. എന്നിട്ട് പറയാം, ദേ എനിക്ക് ഇനി നിങ്ങൾ ഞാനിപ്പോ ആ ആപ്പ് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് ഇനി എന്റെ ആക്ടിവിറ്റീസ് ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, എന്റെ പ്രൊഫൈല് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി എന്താ പറയാ, മറ്റേ ഇനി നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ, നിങ്ങൾക്ക് എനിക്ക് സർവീസ് തരാൻ വേണ്ടിയിട്ട് എന്താ പറയാ ആ ഒരു ഡാറ്റ നിങ്ങൾക്ക് ആവശ്യമില്ല, കാരണം ഞാനിപ്പോ ഇപ്പൊ നിങ്ങളുടെ സർവീസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ആപ്പ് ഉപയോഗിക്കുന്നില്ല. യെസോണോ? അപ്പൊ അതുകൊണ്ട് എന്നെക്കുറിച്ചുള്ള മുഴുവൻ ഇൻഫർമേഷൻസ്, 5 വർഷം മുന്നേ ഉള്ള എല്ലാ ഇൻഫർമേഷൻസ്, അതായത് ഇതുവരെയുള്ള എല്ലാ ഇൻഫർമേഷൻ നിങ്ങളുടെ സെർവറിൽ നിന്ന് പെർമനന്റ്ലി റിമൂവ് ചെയ്യണമെന്ന് പറയാനുള്ള അവകാശം കൊടുക്കാം, ആർട്ടിക്കിൾ 17 ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ പ്രകാരം. അപ്പൊ നമ്മളുടെ സിലബസിൽ പ്രകാരം ഈ റൈറ്റ് ടു ഫോർഗോട്ടൻ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ രണ്ട് ഭാഗങ്ങൾ, ഈ കൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. GDPR എന്താണ്, ഗൂഗിൾ സ്പെയിൻ കേസ് എന്താണെന്നൊക്കെ നമുക്ക് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക്, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഡെഫിനിഷൻസ് നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇവിടെ ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് വളരെ IT ആക്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അതായത് ഓൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആർ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ്, ബട്ട് നോട്ട് ഓൾ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ് ആർ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്നുള്ളതാണ്. നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ് എന്ന് വിളിക്കാം, പക്ഷെ എല്ലാ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സിനും എന്തല്ല, ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്താണ് ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് ഒരു ബ്രോഡ് കൺസെപ്റ്റ് ആണ്, ഒരു ബ്രോഡ് അംബ്രലയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? അതായത് എന്താ പറയുക, ഒരു ടെക്നോളജി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്ന് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിപ്പോൾ ഉദാഹരണം, ഒരു ഇലക്ട്രോണിക് സൗണ്ടോ ഒരു സിമ്പലോ എന്തെങ്കിലും, എന്താ പറയാ, മറ്റേ എന്താ പറയാ, ഒരു ഡോക്യുമെന്റിൽ നിങ്ങളുടെ കൺസെന്റ് കൊടുക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോസസ്സിനെ എല്ലാം നമുക്ക് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ IT ആക്ട് 2000 പാസ്സാക്കുന്ന സമയത്ത് IT ആക്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്രിപ്റ്റോഗ്രാഫിക് എന്തായിരുന്നു, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ക്രിപ്റ്റോഗ്രാഫിക് ആയിട്ടുള്ള നമ്മുടെ സാധാ ഡിജിറ്റൽ സിഗ്നേച്ചർ മാത്രമേ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ, എല്ലാ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സിനും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൺലി ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിന് മാത്രമേ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആയിട്ട് നമ്മുടെ IT ആക്ട് ഒറിജിനലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമുക്ക് കാണാം 2008 അല്ലെ, 2008 അമെന്റ്മെന്റ് വരികയും അവിടെ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സിനകത്ത് നമ്മളൊരു സെക്ഷൻ 3A എന്ന് പറയുന്ന ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരികയും അതിനകത്ത് നമ്മളെ വളരെ മോഡേൺ ആയിട്ടുള്ള, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ തുടക്കത്തിലെ എല്ലാ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സിനും വാലിഡിറ്റി ഉണ്ടായിരുന്നില്ല, ഡിജിറ്റൽ സിഗ്നേച്ചറിന് മാത്രം. ഞാൻ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞുതരാം. അതിനു മുന്നേ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെ? അതായത് നമ്മൾ ഒരു എഗ്രിമെന്റിനെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്യുമെന്റിന് അത് വായിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൺസെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രോസസ്സുകൾ നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റിന് ഞാൻ സമ്മതം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് വായിക്കാനുള്ള പ്രൊവിഷൻ തന്നിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഐ എഗ്രി എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് വിളിക്കാം. ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഐ എഗ്രി, അല്ലെ, ഐ അക്സെപ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും വെബ്സൈറ്റ്സുകളും
അല്ലെങ്കിൽ അക്സെപ്റ്റ് കുക്കീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺസെന്റ് കൊടുക്കണം, നിങ്ങൾ നിങ്ങളുടെ ഇന്റൻഷൻ അറിയിക്കണം, ഓക്കെ ഞാൻ അതിന് സമ്മതം നൽകുകയാണ്. അതെല്ലാം ഇലക്ട്രോണിക് സിഗ്നേച്ചറിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മുടെ ഇന്ത്യയിൽ IT ആക്ട് വന്നപ്പോൾ നമ്മൾ ഉള്ളി റെക്കഗ്നൈസ് ചെയ്ത സിഗ്നേച്ചർ ഏതായിരുന്നു? ഡിജിറ്റൽ സിഗ്നേച്ചർ. അതാണ് ഞാൻ പറഞ്ഞത്, ഓൾ എന്താണ് ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ്, ഓൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആർ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ്, ബട്ട് നോട്ട് ഓൾ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ് ആർ. എല്ലാ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സും ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ് ആണ്, പക്ഷെ എല്ലാ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സും എന്തല്ല? ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്? എന്തോ സ്പെഷ്യൽ ആണ് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ലീഗൽ ബേസിസ് ഇൻ ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ എല്ലാ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സിനും വാലിഡിറ്റി ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ ഇപ്പൊ സ്റ്റാൻഡേർഡ് സിഗ്നേച്ചേഴ്സ് ഉണ്ട്. അതായത് എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ ഒരു 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 ഡോക്യുമെന്റിൽ നിങ്ങൾ ഇലക്ട്രോണിക്കലി സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വേണമെങ്കിൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അപ്പോ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്ന ആൾ പ്രൂവ് ചെയ്യണം ആ ഡോക്യുമെന്റ് ആരാണ് ക്ലിക്ക് ചെയ്തത്, ആരാണ് ടൈപ്പ് ചെയ്തത്, ആരാണ് അതിന് അംഗീകാരം കൊടുത്തെന്നുള്ളത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ നിൽക്കണം. അപ്പോ നമ്മൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം മുൻകണ്ടിട്ടുണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് സ്കെഡ്യൂളില് അതായത് നമ്മുടെ IT ആക്ടിന്റെ സെക്കൻഡ് സ്കെഡ്യൂളില് ഒരു സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സെക്കൻഡ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇവിടെ പറയുന്നത് അനുസരിച്ചുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ സെക്കൻഡ് സ്കെഡ്യൂളിൽ ചില തരത്തിലുള്ള, അതായത് ചില കാറ്റഗറീസ് ഓഫ് സിഗ്നേച്ചേഴ്സിന് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നത്, അതിന് മാത്രമേ എന്തുള്ളൂ, ലീഗൽ വെയിറ്റ് ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാണ് നമ്മുടെ ആധാർ സൈൻ. നമ്മുടെ ഇന്ത്യയിൽ വന്ന ആധാർ സൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ. നമുക്കറിയാം ആധാർ ദ മോസ്റ്റ് പ്രൊമിനന്റ് സെക്കൻഡ് സ്കെഡ്യൂൾ ടെക്നിക് ഇൻ ദിസ് ദ ആധാർ സൈൻ. നമ്മുടെ സെക്കൻഡ് സ്കെഡ്യൂളിൽ കൊടുത്തിട്ടുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചറിന്റെ കാറ്റഗറിയിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ആധാർ സൈൻ റെവല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ആധാർ സൈൻ സിഗ്നേച്ചർ ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഡെമോക്രറ്റൈസ് ഡിജിറ്റൽ പേപ്പർ വർക്ക്, ഇറ്റ് അലൗസ് യൂസേഴ്സ് ടു സൈൻ ഡോക്യുമെന്റ്സ് റിമോട്ട്ലി യൂസിംഗ് ദിയർ ആധാർ ലിങ്ക്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ നിങ്ങൾ പാൻ കാർഡ് എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെന്റ് സർവീസസ് നിങ്ങൾ അവൈൽ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ആധാർ ലിങ്ക്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആധാർ നമ്പർ അടിക്കുന്നു, എന്ത് ചെയ്യുന്നു, നമ്മുടെ പാസ്വേഡ് വരുന്നു, ആധാർ നമ്പർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് പാസ്വേഡ് വരുന്നു, നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമ്മൾ ആ ഡോക്യുമെന്റ് സൈൻ ചെയ്തു എന്നുള്ളതിന് തുല്യമാണ് അല്ലെ. യെസ് ഓർ നോ? അപ്പോ നമ്മൾ എന്താ പറയാ, മറ്റേ സാധാരണ രീതിയിൽ ഇപ്പൊ ഉദാഹരണം, അപ്പൊ ഇത് ഞാൻ ഈ പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് സ്കെഡ്യൂളിലുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സാധാരണയുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട് അല്ലെ. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു അഗ്രി എന്ന് പറയുന്ന കൺസെപ്റ്റ്. നമ്മളൊരു ചെക്ക് ബോക്സിനകത്ത് അഗ്രി എന്ന് കൊടുത്തിട്ട് നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് അഗ്രി എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തന്നെ സിഗ്നേച്ചർ നമ്മളൊരു സ്കാൻ ചെയ്ത ഇമേജ് നമ്മൾ JPG ഫയലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഏതെങ്കിലും ഒരു PDF ഫയലിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എന്ത് ചെയ്യാണ്, നമ്മളൊരു ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ അടിയിൽ എന്താ പറയാ, ഫൈനലി യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി XYZ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. പക്ഷെ അതൊന്നും നമ്മുടെ IT ആക്ടിൽ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അതെല്ലാം ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആയിട്ട് നമുക്ക് കാണാൻ വേണമെങ്കിൽ അത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ വേണം. അതിന്റെ ഒതന്റിസിറ്റി ഇത് ഇങ്ങനെയാണ്, ഞാൻ തന്നെയാണ് സൈൻ ചെയ്തത്, അല്ലെങ്കിൽ ഞാനല്ല മറ്റേ ആളാണ് ചെയ്തതെന്നുള്ള രീതിയിൽ അത് കോടതിയിൽ ബർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട്. അത് ആരാണോ ചലഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോ എന്നാൽ നമ്മുടെ സെക്കൻഡ് സ്കെഡ്യൂളിനകത്ത് എന്തുണ്ട്, ചില സിഗ്നേച്ചറുകൾ സെക്കൻഡ് സ്കെഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചർക്ക് പ്രിസംഷൻ എന്താണ്, അത് വാലിഡ് ആണ്, അതൊരിക്കലും അത് എന്താണ്, പ്രോപ്പർ ഒത്തന്റിക്കേഷൻ ഉണ്ട്, അത് ശരിക്കും ഓതറൈസ്ഡ് ആണ് എന്ന് നിയമം എന്ത് ചെയ്യുന്നു, പ്രസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊന്നാണ് ആധാർ സൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നമ്മളുടെ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ IT ആക്ട് ഇനീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വളരെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള
അതായത് എന്താ പറയുക, ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആണ്. അതാദ്യം മനസ്സിലാക്കുക. അല്ലെ, ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആണ്. അതിന് നമ്മൾ എന്താ പറയുക, അതിനൊരു ഒരു പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അല്ലെ. അതായത് ഏതെങ്കിലും ഡോക്യുമെന്റിൽ നമുക്ക് ഞാൻ തന്നെയാണ് ഒപ്പിട്ടത് എന്ന് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ എന്താണ് മറ്റേ അത് മറ്റേ എന്താ പറയുക, അത് കൃത്യമായിട്ടുള്ളതാണ്, അത് ഓതറൈസ്ഡ് പേഴ്സൺ നിന്ന് വന്നതാണ് എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു മെക്കാനിസം, ഒരു സൈനിങ് മെക്കാനിസമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ സെക്ഷൻ 3 IT ആക്ടിനകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പറയുന്നത്, അല്ലെ. അതായത് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിജിറ്റലി ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് വേണം, DSC എന്നാണ് പറയുക, അല്ലെ. അത് നമ്മുടെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ലൈസൻസ്ഡ് സർട്ടിഫയിങ് അതോറിറ്റി ആണ് നമ്മൾക്ക് എന്ത് നൽകുന്നത്, ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, എന്താണ് നമ്മുടെ ഒരു നമ്മൾ അതിനെന്താ വിളിക്കുക, ഒരു പെൻഡ്രൈവ് പോലത്തെ ഒരു സാധനം, അല്ലെ. ഒരു USB നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, ആ USB ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പെൻഡ്രൈവ് തരും. അതാണ് നമ്മളുടെ ഡിജിറ്റൽ മറ്റേ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ലാപ്ടോപ്പിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുന്നു, അല്ലെ. നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്ക് തരുന്നത് ആരാണ്, സർട്ടിഫയിങ് അതോറിറ്റി. ഇന്ത്യയിൽ ഈ മുദ്ര, കാപ്രിക്കോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏജൻസികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ. ഈ മുദ്ര, കാപ്രിക്കോൺ എന്നൊക്കെ പറയുന്ന, അപ്പൊ അവരാണ് ഈ സംഭവം എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത്, ഈ സർട്ടിഫയിങ് അതോറിറ്റീസ് എന്ന് പറയുന്നത്, അല്ലെ. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പ്രൈവറ്റ് കീ ഉണ്ട്, ഒരു പബ്ലിക് കീ ഉണ്ട്, അല്ലെ. എസ് ഓ നോ? അപ്പൊ നമ്മുടെ കയ്യിൽ ആ പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സൈൻ ചെയ്യുന്ന ആള് സെക്യൂർ ആയിട്ട് വെക്കേണ്ടതാണ് എന്നുള്ളതാണ്, അല്ലെ. നമ്മുടെ USB-ക്കകത്തായിരിക്കും അത് ഉണ്ടാവുക. അത് ഹൈലി സെക്യൂർ ആണ്. അതിന്റെ പ്രൈവറ്റ് കീ നമ്മുടെ കയ്യിലാണ് ഇരിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പബ്ലിക് കീ, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റിനൊപ്പം തന്നെ നമ്മൾ പബ്ലിക് കീ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് അപ്പുറത്തുള്ള ആൾക്ക് അത് വെരിഫൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോ അതിന്റെ ടെക്നിക്കാലിറ്റീസ് നമ്മൾ പഠിക്കേണ്ടതില്ല, എന്താണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പൊ ഉദാഹരണം, ഒരു കമ്പനി ഡയറക്ടർ അയാളുടെ ലാപ്ടോപ്പിൽ ഞാൻ ഈ പറഞ്ഞ USB പ്ലഗ് ഇൻ ചെയ്യുന്നു, അയാളുടെ പിൻ എൻ്റർ ചെയ്യുന്നു, എന്നിട്ട് അയാൾ ആ ഡോക്യുമെന്റ് എന്താണോ അത് അയാൾ ഡിജിറ്റലി സൈൻ ചെയ്യുന്നു, അല്ലെ. ഉദാഹരണം, അയാൾ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് തയ്യാറാക്കുന്ന, ഫിനാൻഷ്യൽ റിപ്പോർട്ടിനകത്ത് അയാൾ എന്ത് ചെയ്യും, ഡിജിറ്റലി സൈൻ ചെയ്യും. എന്നിട്ട് അത് അയാൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യുന്നു. സോ അപ്പോൾ മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് അത് വെരിഫൈ ചെയ്യാൻ പറ്റും. നമ്മളൊരു പബ്ലിക് കീ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും, അവർക്ക് അത് ഡിജിറ്റലി സൈൻ ചെയ്തു എന്ന് പറയാൻ സാധിക്കും എന്നുള്ളതാണ്, അല്ലെ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പൊ ഒരു ഗവൺമെന്റ് കോൺട്രാക്ടൊക്കെ ഒരു ടെൻഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടെൻഡർ വേണമെങ്കിൽ അയാൾക്ക് സെക്യൂർ ആവുക, അല്ലെങ്കിൽ അത് ടാമ്പർ ചെയ്യാതിരിക്കുക, അതിന് വേണ്ടിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യും, ഡിജിറ്റലി സൈൻ ചെയ്യും. ക്ലാസ് 3 ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ രീതിയിൽ അയാൾക്ക് എന്ത് ചെയ്യാം, വളരെ ടെൻഡർ ഇതേപോലെ സൈൻ ചെയ്തുകൊണ്ട്, ഡിജിറ്റലി സൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ആ ടെൻഡർ നൽകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, നമ്മൾ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി ഇതൊന്ന് ശ്രദ്ധിക്കണം, വാട്ട് കെ നോട്ട് ബി സൈൻഡ് ഇലക്ട്രോണിക്കലി. ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ സൈൻ ചെയ്യാൻ പറ്റില്ല. ഡിജിറ്റൽ ഇലക്ട്രോണിക്കലി സൈൻ ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റ്സിലാണ് ഒന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ഒന്ന് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ചെക്ക് പറ്റും, നമ്മുടെ ചില ഇലക്ട്രോണിക് ചെക്കുകൾ ഇപ്പോൾ നമുക്ക് ഡിജിറ്റലി സൈൻ ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിലെ പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും പറ്റില്ല. പവർ ഓഫ് അറ്റർണി പറ്റില്ല. ഫിസിക്കലി വിറ്റ്നസ് ചെയ്യണം, നോട്ടറൈസ് ചെയ്യണം. ട്രസ്റ്റ് ഡീഡുകൾ, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ട്രസ്റ്റ് ഡീഡുകൾ നമുക്ക് ഡിജിറ്റലി സൈൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ വില്ലുകൾ പറ്റില്ല, അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഒരു കാരണവശാലും ഡിജിറ്റലി സൈൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെ, നമ്മുടെ സെയിലോ അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങോ ലാൻഡോ ഒക്കെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഫിസിക്കലി സൈൻ ചെയ്യണം. അത് ഒരിക്കലും ഇലക്ട്രോണിക്കലോ ഡിജിറ്റലി സൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നമുക്ക് ചോദിച്ചേക്കാം പരീക്ഷയ്ക്ക്, എന്തൊക്കെ ഡോക്യുമെന്റ്സുകൾ, എന്തെല്ലാം ഇൻസ്ട്രുമെന്റുകൾ, എന്തെല്ലാം സംഗതികൾ ഡിജിറ്റലി സൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഇതൊന്നും എല്ലാവരും നോക്കുക. പിന്നെ നമ്മുടെ സിലബസിൽ തന്നെ പറയുന്ന സംഗതിയാണ്, ആ ഡെഫിനിഷൻസിന്റെ ഭാഗത്തിനകത്ത് ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ഡിജിറ്റൽ സിഗ്നേച്ചർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആട്രിബ്യൂഷൻ, അക്നോളജ്മെന്റ്,
ഡെസ്പാച്ച് ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ IT ആക്ടിലെ ചാപ്റ്റർ 4-നകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ത്, ഈ പറയുന്ന ആട്രിബ്യൂഷൻ, അക്നോളജ്മെന്റ്, ഡിസ്പാച്ച് 11, 12, 13 എന്ന് പറയുന്ന സെക്ഷൻസ് ഡീൽ ചെയ്യുന്ന ഭാഗമാണ് ഇതെല്ലാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ആട്രിബ്യൂഷൻ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആട്രിബ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആട്രിബ്യൂഷന്റെ കണ്ടോ, ഹു ഈസ് ലീഗലി റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ് ദ ഇലക്ട്രോണിക് റെക്കോർഡ്, ഹു ഈസ് ലീഗലി റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ് ദ ഇലക്ട്രോണിക് റെക്കോർഡ് എന്നുള്ളതാണ്. അതായത് നമ്മൾ മറ്റേ നിങ്ങളൊരു പേപ്പർ കോൺട്രാക്ട് നിങ്ങൾ ചിന്തിക്കുക, നമ്മളൊരു സാധാരണ ഒരു പേപ്പർ കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്തു അല്ലെ. അപ്പൊ ആ പേപ്പർ കോൺട്രാക്ട് ആണ് നമ്മൾ സൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഇത് ആരാണ് ഒപ്പിട്ടത്. അപ്പൊ അയാളായിരിക്കും ആ ഡോക്യുമെന്റിൽ അത് പ്രതിപാദിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും ഉത്തരവാദി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് ഇന്റർനെറ്റിലാണെങ്കിലോ ഫേക്കറിൽ ഇമെയിൽസുകൾ വരാം, നിങ്ങളുടെ അക്കൗണ്ട്സുകൾ ഹാക്ക് ചെയ്യാം. എസ്വർമോ അപ്പൊ ഇതിനുള്ള ഒരു പോസിബിലിറ്റി, അപ്പൊ ഇത് ആരാണ് ഇത് അയച്ചതെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ. ആട്രിബ്യൂഷൻ, അതായത് നമ്മൾ ഓരോ ഡോക്യുമെന്റുകൾ അയക്കുമ്പോൾ അതിന്റെ അയച്ച ഉത്തരവാദി ആരാണ്, ഇതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി, ഇതിന്റെ ഓതറൈസ്ഡ് പേഴ്സൺ ആരാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് അല്ലെ. നിങ്ങൾ തന്നെയാണ് ഈ മെയിൽ അയച്ചത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ അയച്ചത് എന്നുള്ളൊരു പ്രശ്നം വരുന്നത്. ഇതിനെ നമ്മൾ ആട്രിബ്യൂഷൻ എന്ന് പറയും, വിശേഷിപ്പിക്കുക. ഇത് ആരാണ്, ഈ അയച്ച വ്യക്തി ആരാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഒരു ഇമെയിൽ അയച്ചു, നിങ്ങൾ ഒരു ടെക്സ്റ്റ് അയച്ചു, ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങളാണോ അത് അയച്ചത്, നിങ്ങൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. കണ്ടോ, ഹു ഇസ് ദ, എന്താ പറയാ, കണ്ടോ, ക്യാൻ ബി ലീഗലി അട്രിബ്യൂട്ട് സ്പെസിഫിക് പേഴ്സൺ, ഒറിജിനേറ്റർ, നിങ്ങളാണ് ഒറിജിനേറ്റർ. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോ ഒരു ഇലക്ട്രോണിക് റെക്കോർഡ് അയച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡാറ്റ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വാട്സാപ്പിൽ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ തന്നെയാണ് അയച്ചത്, ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. അപ്പൊ അത് ശരിക്കും അയച്ച വ്യക്തി തന്നെയാണ്, അയച്ച വ്യക്തിയാണ് നമ്മൾ ഒറിജിനേറ്റർ എന്ന് വിളിക്കുക. അപ്പോ 3 രീതിയിൽ, അപ്പോ ഒരു അയച്ച വ്യക്തിയെ നമ്മൾ ഉത്തരവാദിയാക്കുന്നത് എങ്ങനെയാണ്? 3 രീതിയിലൂടെയാണ്. ഒന്ന്, സെൻഡ് ബൈ ദ ഒറിജിനേറ്റർ, അതായത് നിങ്ങളൊരു അക്കൗണ്ടിൽ കയറി നിങ്ങളൊരു ഇമെയിൽ ടൈപ്പ് ചെയ്തു, എന്നിട്ട് നമ്മൾ സെൻഡിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് ആ മെസ്സേജ് അയച്ചതെന്നുള്ള നിയമം എന്ത് ചെയ്യുന്നു, അനുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ വേറെ ഒരാളെ ഓതറൈസ് ചെയ്തു, സെൻഡ് ബൈ എൻ ഓതറൈസ്ഡ് പേഴ്സൺ. നിങ്ങൾ ഉദാഹരണം, നിങ്ങളുടെ എംപ്ലോയി, നിങ്ങളൊരു പേഴ്സണൽ അസിസ്റ്റന്റിനോട് നിങ്ങൾ പറയാണ് അല്ലെ, എനിക്ക് വേണ്ടിയിട്ട് ഈ മെയിൽ നീ ഒന്ന് അയക്കിട്ടോ, എസോനോ. അങ്ങനെ അയാൾ ആ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് ആരയച്ചതുപോലെയാണ്, നിങ്ങൾ അയച്ചതുപോലെയാണ്. ബിക്കോസ് നിങ്ങളുടെ പേജിൽ നിന്നാണ് അത് അയച്ചിട്ടുണ്ടെങ്കിൽ നിയമം എന്ത് അനുമാനിക്കും, അത് നിങ്ങൾ അയച്ചതാണ്. പിന്നീട് നിങ്ങൾക്ക് വന്ന് പറഞ്ഞുകൂടാ, എന്താ ഞാൻ അയാളുടെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു അയക്കാൻ, എന്റെ അനുവാദമില്ലാതെയാണ് എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അയച്ചത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിയമം എന്ത് അനുമാനിക്കും, അത് ഈ ഞാൻ തന്നെയാണ്, ഞാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ് അയച്ചത് എന്ന് നിയമം എന്ത് ചെയ്യുന്നു, അനുമാനിക്കുന്നു. ബിക്കോസ് എന്റെ മെയിൽ ഐ ഡിയിൽ നിന്നുമാണ്, ഐ ആം ദ ഒറിജിനേറ്റർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു എന്നെ. നമ്മുടെ കേസുകളുണ്ട്, പിന്നെ നമ്മുടെ ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ട് അല്ലെ, നമ്മുടെ റോബോട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് വരുന്ന അല്ലെ. അതായത് നിങ്ങളിപ്പോ നിങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ AI റോബോട്ടിക്സോ ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി മെസ്സേജ് വേറെ ആർക്കെങ്കിലും അയക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. ഉദാഹരണം, ഒരു ബാങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ലോണൊക്കെ അപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഗ്ലിച്ച് കാരണം എന്ത് ചെയ്തു, നിങ്ങൾക്ക് ആക്സിഡന്റിൽ മെയിൽ വന്നു, ഇതാ നിങ്ങൾക്കുള്ള 10 ലക്ഷം രൂപയുടെ പാസ്സായിരിക്കുന്നു, അപ്രൂവ് ചെയ്തിരിക്കുന്നു. ബാങ്ക് പിന്നീട് പറയണം, അയ്യോ അത് ഇവിടെ നിന്ന് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഇല്ല, ഒരു രക്ഷയില്ല, കാരണം ബാങ്ക് ഇസ് ലീഗലി ബൗണ്ട് ബൈ ദാറ്റ് മെസ്സേജ് എന്നുള്ളതാണ്. അപ്പോ ഞാൻ ഈ പറയുന്ന ഓട്ടോമേറ്റഡ് സിസ്റ്റം, അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത്, ആട്രിബ്യൂഷൻ കൊണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണോ ഈ ആരുടെ മെയിലിൽ നിന്നാണോ അല്ലെങ്കിൽ ആരാണോ മെസ്സേജ് അയക്കുന്നത് അയാളാണ് ഒറിജിനേറ്റർ, അയാളായിരിക്കും ആ മെസ്സേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂർണ്ണ ഉത്തരവാദി എന്നുള്ളതാണ് ഇവിടെ ആട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് അക്നോളജ്മെന്റ് എന്ന് പറയുന്നത്. അക്നോളജ്മെന്റ് ഓഫ് റെസിപ്റ്റ്, സെക്ഷൻ 12 എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ. അപ്പോ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആരാണ് മെസ്സേജ് അയച്ചത് എന്ന് വിവരിക്കുന്നതാണെങ്കിൽ, അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ആക്ച്വൽ പേഴ്സൺ, അത് നമ്മൾ ആർക്കാണോ അയച്ചത് അയാൾ ആ മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് അക്നോളജ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ, അക്നോളജ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ ഇപ്പോ എനി കമ്മ്യൂണിക്കേഷൻ ബൈ ഇപ്പോ if the originator has not stipulated that the acknowledgement must be in a particular form, receipt may be acknowledged by, കണ്ടോ. ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഈ അക്നോളജ്മെന്റ് പല രീതിയിലാണ് അല്ലെ. ഞാനിപ്പോ ഒരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെയിൽ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ മെയിലിന് മറുപടി നൽകണോ വേണ്ടയോ, അല്ലെങ്കിൽ അയാൾക്ക് അത് കിട്ടി, അക്നോളജ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും?
അതൊരു വലിയൊരു പ്രശ്നമാണ് അല്ലെ? യെസ് ഓർ നോ? അപ്പൊ ഇവിടെ നമ്മുടെ IT ആക്ട് അതിനൊരു സൊല്യൂഷൻ പറയുന്നുണ്ട്. അതായത് ഇവിടെ ഇപ്പൊ നിങ്ങളൊരു കത്ത് അയച്ചു, നിങ്ങളൊരു മെയിൽ അയച്ചു എന്നുള്ള വിചാരിക്കുക. അപ്പോ റെസിപ്പിയന്റ് അതിന് എന്താ പറയാ, മറുപടി പറയുന്നില്ല. അതായത് ഞാനിവിടെ നിങ്ങളുടെ മെയിൽ ഇവിടെ കിട്ടിയിരിക്കുന്നു, നിങ്ങളുടെ കത്ത് ഇവിടെ, നിങ്ങളുടെ അയച്ച മെയിൽ ഇവിടെ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് അയാൾ പറയണം എന്നൊന്നുമില്ല. അയാള് ജസ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ അയാളുടെ മെയിലിലേക്ക് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അയാൾ അത് മറുപടി അയച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് അനുമാനിക്കാം, അത് അയാളുടെ മെയിലിൽ വന്ന് കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനുമാനിക്കാം എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം നിങ്ങളിപ്പോ ഒരു മെയിൽ അയച്ചു, ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് നിങ്ങളൊരു മന്ത്ലി ഇൻവോയ്സ് അയച്ചു. മന്ത്ലി ഇൻവോയ്സ് അയച്ചു. എന്താ പറയാ, ഇന്ന 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 എന്താ പറയാ, ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആണ്, നിങ്ങളൊരു വർക്ക് ഒരാൾക്ക് ചെയ്തു കൊടുത്തു. ആ ചെയ്തതിന്റെ ബില്ല് അയാൾക്ക് അയച്ചു കൊടുത്തു. നിങ്ങൾ അയാളുടെ അടുത്ത് ഇത് കിട്ടി, മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എനിക്ക് റിപ്ലൈ ചെയ്യണം കേട്ടോ എന്നൊന്നും നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അയാൾ അയക്കാനും പോകുന്നില്ല. പക്ഷെ ഈ മെയില് അയാൾക്ക് കിട്ടിയതിന് ശേഷം അയാൾ എന്ത് ചെയ്തു, 3 ദിവസങ്ങൾക്കുള്ളിൽ, ആ മെയിൽ കിട്ടി 3 ദിവസത്തിനുള്ളിൽ അയാൾ എന്ത് ചെയ്തു, ആ നിങ്ങൾ കൊടുത്ത ബില്ലിനനുസരിച്ച് കൊണ്ടുള്ള പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. എസോണോ? ആ പണം നിങ്ങൾക്ക് ലഭിച്ച ആ നിമിഷം മുതൽ നമുക്ക് എന്ത് അനുമാനിക്കാം, നിങ്ങളുടെ മെയിൽ അയാൾക്ക് ലഭിച്ചതിന് ശേഷമാണ് അയാൾ ആ പണം ഇട്ടത് എന്ന് നമുക്ക് അനുമാനിക്കാം. അതായത് നിങ്ങളുടെ മെയിൽ അയാൾക്ക് റിസീവ് ചെയ്തു, അയാൾ അക്നോളജ് ചെയ്തു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബില്ലിനനുസരിച്ച് കൊണ്ടുള്ള എമൗണ്ട് അയാൾ ഇട്ടത്. എസോണോ? അപ്പൊ അതൊരു റൂളാണ്. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ആ, മറ്റേ എന്താ പറയാ, ഇവിടെ നിങ്ങൾ പറയും എന്താണ് എന്താണ്, എനി കണ്ടക്ട് ഓഫ് അഡ്രസ് ദാറ്റ് ഈസ് സഫീഷ്യന്റ് ടു ഇൻഡിക്കേറ്റ് ദ ഒറിജിനേറ്റർ ദാറ്റ് ദ റെക്കോർഡ് ഹാസ് ബിൻ റിസീവ്ഡ്, എക്സാമ്പിൾ മേക്കിംഗ് എ പേയ്മെന്റ് ബേസ്ഡ് ഓൺ ആൻ ഇൻവോയ്സ്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുക, അത് ഞാൻ ആദ്യം പറഞ്ഞതാണ്, രണ്ടാമത് പറയാൻ പോകുന്നത് ഇതാണ്. അതായത് നമ്മൾ പറഞ്ഞു ഉദ്ദേശിക്കുന്ന വെച്ചാൽ, രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മെയിൽ അയച്ചു പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അക്നോളജ് ചെയ്യണം, എനിക്ക് ഇതേപോലെ കിട്ടി എന്നുള്ളത് എന്നെ അറിയിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ഇത് വാലിഡ് ആവുള്ളൂ. നിങ്ങളൊരു കോൺട്രാക്ട് അയച്ചിട്ടുണ്ട്, ആ കോൺട്രാക്ട് കിട്ടി എന്ന് നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്താൽ മാത്രമേ ഈ കോൺട്രാക്ട് വാലിഡ് ആവുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നിങ്ങൾക്ക് തിരിച്ച് മെയിൽ ചെയ്യണം. ഇതേപോലെ കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഞാൻ വായിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ ഇത് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഞാനത് എനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ അക്നോളജ് ചെയ്യുന്ന രീതിയിൽ അയച്ചില്ല, അല്ലെങ്കിൽ അയാൾ അതിനെക്കുറിച്ച് ഒരു പ്രത്യേക രീതിയിൽ മറുപടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ, ആസ് ഇഫ് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ആ കോൺട്രാക്ട് അയക്കാത്തത് പോലെയാണ്. യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ അയക്കാത്തത് പോലെയാണെന്നുള്ളത് എപ്പോഴും ഓർക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ പ്രകാരം അയാൾ എന്ത് ചെയ്യണം, അക്നോളജ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അല്ലെങ്കിൽ അയാൾ അത് ആ മെയിലും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി സേഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു നിങ്ങൾക്കൊരു മെയിൽ അങ്ങോട്ട് തിരിച്ചയക്കാം. അതായത് ഞാൻ ഇതേപോലെ എന്താ പറയാ, നിങ്ങൾക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് യാതൊരു അക്നോളജ്മെന്റ് അയക്കാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ഒറിജിനൽ കോൺട്രാക്ട് ഞാൻ എന്ത് ചെയ്തിട്ടുള്ള ക്യാൻസൽ ചെയ്യാണ്, ആസ് ഇഫ് ഞാൻ അത് അയക്കാത്തത് പോലെ, ആസ് ഇഫ് ഇറ്റ് വാസ് നെവർ സെൻഡ് എന്നുള്ള രീതിയിലേക്ക് അതിനെ കണക്കാക്കണം എന്ന് പറയും. അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ? അപ്പൊ നിങ്ങൾ ഒരു ടൈം ലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം ലൈനിനുള്ളിൽ അയാൾ എന്ത് ചെയ്യണം, അതിന് മറുപടി അയക്കണം എന്നുള്ളത്. അപ്പൊ അക്നോളജ്മെന്റ് ഓഫ് റെസിപ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 12. ഇനി ടൈം ആൻഡ് പ്ലേസ് ഓഫ് ഡെസ്പാച്ച് ആൻഡ് റെസിപ്റ്റ് സെക്ഷൻ 13 പറയുന്നുണ്ട്. ടൈം ആൻഡ് പ്ലേസ് ഓഫ് ഡെസ്പാച്ച് ആൻഡ് റെസിപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് നമ്മളത് സെക്ഷൻ 13ലാണ് IT ആക്ടിൽ പറയുന്നത്. അതായത് നമുക്കറിയാം, ഈ മറ്റേ നമ്മൾ അയക്കുന്ന ചില മെയിലുകൾ നമ്മൾ അയച്ചിട്ടുണ്ടാവും, പക്ഷെ ചിലപ്പോൾ അത് ഔട്ട് ബോക്സിൽ ഒന്ന് കിടക്കും, ചിലപ്പോൾ നമ്മുടെ സെർവർ ക്രാഷ് ആവാം, അല്ലെ? എസ് ഓർണോ? അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും മെയിൽ പോയിട്ടുണ്ടാവും, പക്ഷെ പോയിട്ടുണ്ടാവില്ല, അതവിടെ ഇങ്ങനെ ഇൻ ക്യൂ ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെ ആ ഒരു പ്രശ്നത്തെ നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ അയക്കുന്ന സമയവും സ്ഥലവും IT ആക്ടിൽ വളരെ പ്രധാനമാണ്, അല്ലെ? എസ്പെഷ്യലി ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് ടെൻഡറിന്റെ ഒക്കെ ഡെഡ് ലൈൻ ഒക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ പറഞ്ഞ കറക്റ്റ് സമയത്താണ് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ടാക്സ് ഫയലിന്റെ ആ സമയം, കോൺട്രാക്ട് ഡെഡ് ലൈൻസിന്റെ കറക്റ്റ് സമയത്താണ് നിങ്ങൾ മെയിൽ അയക്കുക, നിങ്ങൾ അത് ആ സമയത്ത് എത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ ടൈം ഓഫ് ഡെസ്പാച്ച് ഇപ്പൊ നോക്കിയേ, ഡെസ്പാച്ച് occurs when an electronic record enters a computer resource outside the control of the originator. ഇപ്പൊ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡാറ്റ, നിങ്ങൾ അയക്കുന്ന ഒരു മെയില്, നിങ്ങളുടെ ഒരു കൺസെന്റ് എന്തോ ആയിക്കോട്ടെ, ഒരു ഡോക്യുമെന്റോ
12 മണിക്ക് എത്തണം എന്നുള്ളതാണ്. നിങ്ങളത് 11:59 നിങ്ങൾ എന്ത് ചെയ്തു, മെയിലിൽ കയറി സെൻഡ് എന്ന് കൊടുത്തു. പക്ഷെ അത് നിങ്ങളുടെ ഔട്ട് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സെർവറിലോ അത് സ്റ്റക്കായിട്ട് കിടക്കണം. സെർവറിൽ എന്തോ പ്രശ്നമായിട്ട് സ്റ്റക്കായിട്ട് കിടക്കണം, ക്യൂവിലാണ്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ശരിയായി. പക്ഷേ അത് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഇതിലോട്ട് എത്തിയത് അല്ലെങ്കിൽ ഗവൺമെന്റ് മെയിലിലേക്ക് എത്തിയത് 12:01, 1 മിനിറ്റ് വൈകി. എസ് പറഞ്ഞോ. അല്ലെങ്കിൽ പബ്ലിക് ഇന്റർനെറ്റിലേക്ക് എത്തുന്നതിന് 11:19 അയച്ചത്, പക്ഷേ അത് എത്തുന്നത് 12:01 അപ്പൊ നിങ്ങളുടെ ടൈം ഓഫ് ഡിസ്പാച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 12:01. നിങ്ങൾ പറഞ്ഞ 11:59 അയച്ചു, രക്ഷയില്ല. നിങ്ങളുടെ കാരണം കൊണ്ടല്ലേ നിങ്ങളുടെ ഔട്ട് ബോക്സിലോ സെർവർ ക്രാഷോ വന്നു, അത് പബ്ലിക് ഇന്റർനെറ്റിലേക്ക് വന്നിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞാൽ, പബ്ലിക് ഇന്റർനെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ അയച്ച ആ സമയത്തിന് റിയൽ ടൈം ബേസിസിൽ തന്നെ എന്ത് ചെയ്യും, അത് എത്തും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ക്രാഷ് ആയ സ്ഥിതിക്ക് നിങ്ങളുടെ ഇതിൽ കാണിക്കുക 11:59 അയച്ചു എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി അത് പബ്ലിക് ഇന്റർനെറ്റിലേക്ക് എത്തുന്നത് 12:01. ഒരു കാരണവശാലും നിങ്ങളുടെ ടെൻഡർ എന്ത് ചെയ്യില്ല, എടുക്കുന്നില്ല. കാരണം അവർ റിസീവ് ചെയ്ത സമയം എപ്പോഴാണ്? 12:01 എന്നുള്ളതാണ്. അല്ലെ? ഇപ്പൊ ഗവൺമെന്റ് ഈ ടെൻഡർ പോർട്ടൽ എന്ത് ചെയ്യും? 5 മണിക്ക്, അല്ലെങ്കിൽ ഉദാഹരണം വൈകുന്നേരം 5 മണിക്കാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുന്നത് നിങ്ങളുടെ ഓഫീസ് കമ്പ്യൂട്ടറിൽ 4:58 നിങ്ങളുടെ കമ്പനിയുടെ ഇന്റേണൽ സെക്യൂരിറ്റി സെർവർ എന്ത് ചെയ്യും? ഡൗൺ ആയി, സ്ലോ ആയി. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ ഫയലുകൾ എന്ത് ചെയ്യും? വൈറസിന് വേണ്ടി സ്കാൻ ചെയ്യും. അത് ശരിക്കും ഒരു 3 മിനിറ്റോളം സമയം എടുത്തു. എന്നിട്ട് അത് നേരെ കമ്പനിയുടെ നെറ്റ്വർക്കിൽ നിന്ന് മാറി അത് പബ്ലിക് ഇന്റർനെറ്റിലേക്ക് എത്തുന്നത് 5:01 നോ വേ, നിങ്ങളുടെ ടെൻഡർ ഒരിക്കലും എന്ത് ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ആർഗ്യ ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ മറ്റെന്താണ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ 5 മണിക്ക് അല്ലെങ്കിൽ 4:58 തന്നെ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് പോരുന്നത് നിങ്ങളുടെ സെർവർ ഡൗൺ ആയത് പബ്ലിക് ഇന്റർനെറ്റിലേക്ക് എത്തിയിട്ടില്ല. അത് പബ്ലിക് ഇന്റർനെറ്റിലേക്ക് എത്തിയിട്ട് മറ്റേ ഗവൺമെന്റിന്റെ മെയിലിലേക്ക് എത്താൻ വൈകിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ്സ് എ പ്രോബ്ലം ഓഫ് പബ്ലിക് ഇന്റർനെറ്റ്, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ കമ്പനി എന്നുള്ളത് പറയാൻ പറ്റും. പിന്നെ ടൈം ഓഫ് റെസീപ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ the time of receipt depends entirely on whether the addressee has designated specific email address inbox for that purpose എന്നുള്ളതാണ്. അല്ലെ? അതായത് നിങ്ങൾ നിയമം പറയുന്നുണ്ട്, റിസീവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് തന്നെ നിങ്ങൾ അയക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിലേക്ക് അയക്കുന്നതിന് പകരം വേറെ മെയിലിലേക്കാണ് അയച്ചതെങ്കിൽ വല്ല കാര്യമുണ്ടോ? അല്ലെ, വല്ല കാര്യമുണ്ടോ? അപ്പൊ അതായത് ഇപ്പൊ നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരം വേറൊരു മെയിൽ ഐ ഡിയിലേക്കാണ് അയച്ചതെങ്കിലോ അത് പ്രശ്നമാണ്. കാരണം സെൻഡ് ടു ദ റോങ് ഇൻബോക്സ് ആണ്. അല്ലെ? അതായത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഡെസിഗ്നേറ്റ് അഡ്രസ്സ് നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് അയക്കുകയാണെങ്കിൽ ആ ഡിഫറെന്റ് ആയിട്ടുള്ള മെയിൽ ഇൻബോക്സിൽ വന്ന് കിടക്കുന്നുണ്ടാവുക. ശരിക്കും ആക്ച്വലി മെസ്സേജ് ലാൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് വന്ന് ലാൻഡ് ചെയ്തിട്ടില്ല. അപ്പോ അതിനൊരിക്കലും ചിലപ്പോൾ ആ കമ്പനിയുടെ തന്നെ വേറൊരു മെയിൽ ഐ ഡി ആയിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. അത് ലീഗലി റിസീവ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ കമ്പനി ആക്ച്വലി നിങ്ങളോട് പറഞ്ഞ ഡെസിഗ്നേറ്റഡ് മെയിൽ ഐ ഡിയിൽ തന്നെ എന്ത് ചെയ്യണം, അത് കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ലീഗൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കേണ്ട ഒരു മെയിൽ നിങ്ങൾക്ക് കമ്പനിയുടെ സെയിൽസിലേക്ക് അയച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറൊരു കേസ് ഉണ്ട്. ഈ ടൈം ഓഫ് റെസീപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി നിങ്ങളോട് 11:30 മുന്നേ അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് മുന്നേ അയക്കണം എന്നാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങളത് കൃത്യം 11:30 തന്നെ നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പനി അത് ഓപ്പൺ ചെയ്യുന്നത് പിറ്റേന്ന് ഞായറാഴ്ച, വെള്ളിയാഴ്ച നിങ്ങൾ അയക്കുന്നത്. നിങ്ങൾ തിങ്കളാഴ്ച രാവിലെയാണ് കമ്പനി 9 മണിക്കാണ് ആ മെയിൽ ഓപ്പൺ ചെയ്യുന്നത്. കമ്പനി പറയാണ് അത് ശരിയല്ല, ഞങ്ങൾ നോക്കിയത് ഇപ്പോഴാണ്, അതുകൊണ്ട് ഞങ്ങൾ അന്ന് നോക്കിയില്ല, ഇന്നാണ് നോക്കിയത്, അതുകൊണ്ട് ഇനി രക്ഷയില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ കൃത്യമായ ഡെസിഗ്നേറ്റഡ് മെയിലിൽ ഡെഡ് ലൈനിന് മുന്നേ അയച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി അത് പിന്നീട് നോക്കിയാലും 2-3 ദിവസം കഴിഞ്ഞ് നോക്കിയാലും കമ്പനി എന്ത് ചെയ്യണം, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ബൗണ്ടാണ്. നിങ്ങൾ ഡെഡ് ലൈൻ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂൾസ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആവും. കമ്പനിക്ക് ഒരിക്കലും പറയാം ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ നോക്കിയത് അതുകൊണ്ട് നടക്കില്ല എന്നൊരിക്കലും പറയാനും സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ
പ്ലേസ് ഓഫ് ഡെസ്പാച്ച് ആൻഡ് റെസീപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പ്ലേസ് ഓഫ് ഡെസ്പാച്ച് ആൻഡ് റെസീപ്റ്റ്, അതായത് അതിനു മുന്നേ വേറൊരു സംഗതി ഉണ്ട്. ഇപ്പൊ നമുക്ക് ചില കേസുകളിൽ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡിയോ നമുക്ക് മറ്റും ലഭിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിയുടെ റൂൾ പ്രകാരം നമ്മളൊരു മെസ്സേജ് അവർക്ക് അയക്കുകയാണ്. അവരുടെ ഏതെങ്കിലും ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്കോ മറ്റും നമ്മൾ അയക്കുകയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഏത് മെയിൽ ഐ ഡിക്ക് അയക്കണം എന്നുള്ളതിന് കൃത്യമായ രീതിയിൽ ഒഫീഷ്യൽ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എസോർണോ? അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ കമ്പനിയുടെ തന്നെ ഏതെങ്കിലും മെയിൽ ഐ ഡിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ലീഗലി റിസീവ്ഡ് ആയിട്ട് കണക്കാക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ മെസ്സേജ് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. നിങ്ങൾക്ക് അറിയില്ല, അവർ തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ആ കമ്പനിയുടെ മെയിൽ ഐ ഡി, നിങ്ങൾക്ക് വേറെ ഏതോ മെയിൽ ഐ ഡി അറിയാം, അതിലേക്ക് നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് അവരുടെ ഇൻബോക്സിൽ ഒന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി കമ്പനി റിസീവ് ചെയ്തതിന് തുല്യമാണ് എന്നുള്ളതാണ്. പിന്നെ പ്ലേസ് ഓഫ് ഡെസ്പാച്ച് ആൻഡ് റെസീപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ഈ ജൂറിസ്ഡിക്ഷണൽ പ്രശ്നം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഈ ഇങ്ങനെയുള്ള ഈ IT-യുമായി ബന്ധപ്പെടുന്നത്. അതായത് നമ്മൾ ഉദാഹരണം, നിങ്ങളൊരു ഹോട്ടൽ റൂമിൽ ഗോവയിൽ ഇരിക്കുകയാണ്, ഗോവയിൽ ഒരു ഹോട്ടൽ റൂമിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് മേടിച്ച ഒരു ലാപ്ടോപ്പ്, ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു മെയിൽ അയക്കാണ്. അതിന്റെ സെർവർ ഇരിക്കുന്നത് മുംബൈയിലാണ്. ആർക്ക് അയക്കുന്നത്? ഒരു ക്ലയന്റിന്, ലണ്ടനിലുള്ള ഒരു ക്ലയന്റിന് നിങ്ങൾ മെയിൽ അയക്കുകയാണ് എന്നുള്ളതാണ്. ശരിക്കും ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഈ ട്രാൻസാക്ഷൻ എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്, അല്ലെ? അതായത് നിങ്ങളൊരു ഹോട്ടൽ റൂമിൽ ഗോവയിൽ ഇരിക്കുന്നു, നിങ്ങൾ ഡൽഹിയിൽ നിന്ന് മേടിച്ച ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, മറ്റേ ഒരു മെയിൽ അയക്കുന്നു. അതിന്റെ ആ കമ്പ്യൂട്ടർ സെർവർ ഇരിക്കുന്നത് മുംബൈയിലാണ്. എങ്ങോട്ടേക്കാണ് മെയിൽ പോയത്? ലണ്ടനിലുള്ള നിങ്ങളുടെ ക്ലയന്റിനാണ്. ഇവിടെ ആക്ച്വലി എവിടെയാണ് ഇവിടെ ട്രാൻസാക്ഷൻ നടന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, ഇവിടെ സെക്ഷൻ 13 കംപ്ലീറ്റ്ലി നമ്മുടെ ഫിസിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ സെർവർ ലൊക്കേഷൻസ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ട് ഇവിടെ നിയമം അല്ലെങ്കിൽ സെക്ഷൻ 13 നോക്കുന്നത് പാർട്ടീസിന്റെ പെർമനന്റ് പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ അവിടെയാണ് ട്രാൻസാക്ഷൻ നടന്നത് എന്ന് IT ആക്ട് സെക്ഷൻ 13 പറയുന്നു. ഒന്ന്, എവിടെ നിന്നാണ് ഈ ഒറിജിനേറ്റർ മെസ്സേജ് അയച്ചത്, ഏത് സ്ഥലത്തു നിന്നാണ് മെസ്സേജ് അയച്ചത് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറയും ഗോവയിൽ നിന്നാണ്. പക്ഷെ ഇവിടെ ഗോവയായിട്ട് കണക്കാക്കില്ല. എങ്ങനെയാണ് കണക്കാക്കുക? ഇയാളുടെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണ്, ഈ ഒറിജിനേറ്ററിന്റെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണ്? ചിലപ്പോൾ അയാളുടെ പ്ലേസ് ഓഫ് ബിസിനസ് കേരളത്തിലായിരിക്കും. അപ്പൊ ട്രാൻസാക്ഷൻ എവിടെ വെച്ച് നടന്നു എന്നുള്ളതാണ്? കേരളത്തിൽ വെച്ച് നടന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ എങ്ങനെയാണ്? നമ്മൾ മെയിൽ അയച്ച ആളുടെ വീട് എവിടെയാണ്? അയാളുടെ വീടല്ല, അയാളുടെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണ്? അയാളുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണ്? അയാളുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഡൽഹിയിലാണെങ്കിൽ അത് ഫ്രാൻസിലാണെങ്കിൽ ഫ്രാൻസിൽ വെച്ചാണ് ഈ ട്രാൻസാക്ഷൻ നടന്നെന്നുള്ളത് കണക്കാക്കാം. ഇനി അയച്ച ആൾക്കും റിസീവ് ചെയ്ത ആളുകൾക്കും ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഉദാഹരണം നിങ്ങളൊരു കൺസ്യൂമർ, ഒരു ഫ്രീലാൻസറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഓഫീസോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസിഡൻസ്, യൂഷ്വൽ പ്ലേസ് ഓഫ് റെസിഡൻസ്, നിങ്ങൾ എവിടെയാണോ സ്ഥിരമായിട്ട് താമസിക്കാറുള്ളത് ആ സ്ഥലത്ത് വെച്ചായിരിക്കും, അല്ലെങ്കിൽ ആ സ്ഥലത്തെ അഡ്രസ്സ് വെച്ചുകൊണ്ടാണ് ഈ ട്രാൻസാക്ഷൻ നടന്നെന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഇനി ഇപ്പൊ ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ ഒരു സോഫ്റ്റ്വെയർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ കൺസൾട്ടന്റ് ആണെങ്കിൽ എൻ്റെ രജിസ്റ്റേർഡ് ഹോം ഓഫീസ് എന്ന് പറയുന്നത് കൊച്ചിയിലാണെങ്കിൽ ഞാനൊരു വെക്കേഷന് പോയി, മൈസൂരിൽ ഒരു വെക്കേഷൻ, കർണാടക അല്ലെങ്കിൽ ഒരു ബാംഗ്ലൂർ ഞാനൊരു വെക്കേഷന് പോയി. ഞാൻ ഇതുപോലെ കർണാടകയിൽ അല്ലെങ്കിൽ മൈസൂരിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ കഫേയിൽ നിന്ന് ഒരു മെയിൽ അയക്കാണ്, അല്ലെ? എൻ്റെ ഒരു എന്താ പറയുക, ഒരു കോർപ്പറേറ്റ് ക്ലയന്റിന് ഞാൻ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കോർപ്പറേറ്റ് ക്ലയന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാണെങ്കിൽ ആ ക്ലയന്റ് ഇരിക്കുന്നത് ഡൽഹിയിലാണ്. ഇപ്പോൾ കറന്റ് അയാൾ ഇരിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ അയാളുടെ ഫോണിൽ ഇരുന്ന് മെയിൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ വെച്ചാണ് ഈ ട്രാൻസാക്ഷൻ നടന്നത്? ഡെഫിനറ്റ്ലി കോഴിക്കോടാണ്. ബിക്കോസ് എൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണ്? കൊച്ചിയിലാണ്. സോറി, കോഴിക്കോടല്ല, കൊച്ചിയിലാണ്. കൊച്ചിയിൽ വെച്ചാണ് ഈ ട്രാൻസാക്ഷൻസ് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് കൊച്ചിയാണ്. ഈവൻ ദോ ഞാൻ ആ മെയിൽ അയച്ചത് എവിടെ നിന്നാണ്? മൈസൂരിൽ നിന്നാണ് അയച്ചത്. അല്ല, എങ്ങോട്ടേക്കാണ് അയച്ചത്? അയാളുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണ്? അത്
മുംബൈയിലാണ്. പക്ഷെ അയാളെ മെയിൽ വായിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? ഡൽഹിയിലാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്താ പറയുക, അയാൾ നിയമപരമായിട്ട് ഈ മെസ്സേജ് റിസീവ് ചെയ്ത എവിടെ നിന്നാണ്? ശരിക്കും ഡൽഹിയിലാണെങ്കിലും നിയമം അനുമാനിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? മുംബൈയിൽ വെച്ചിട്ടാണ് ഇത് റിസീവ് ചെയ്തത് എന്നുള്ളത് കണക്കാക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ഡെസ്പാച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ 11, 12, 13 സെക്ഷൻ നമുക്കറിയാം. ആട്രിബ്യൂഷൻ, അക്നോളജ്മെന്റ് ആൻഡ് ഡെസ്പാച്ച് എന്ന് പറയുന്ന 11, 12, 13 ഒന്ന് ഓർത്തിരിക്കുക എല്ലാവരും. ഇനി നമ്മുടെ IT ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സർട്ടിഫയിങ് അതോറിറ്റീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സർട്ടിഫയിങ് അതോറിറ്റീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഈ സർട്ടിഫയിങ് അതോറിറ്റീസ് അല്ലെങ്കിൽ CC എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇവിടെ ബാങ്കുകൾക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെ, ബാങ്കുകളുടെ റെഗുലേറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ RBI ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആധാർ കാർഡ് തരണമെങ്കിൽ ഇവിടെ UIDAI ഉണ്ട്. നമുക്ക് പാസ്പോർട്ട് തരണമെങ്കിൽ ഇവിടെ പാസ്പോർട്ട് ഓഫീസ് ഉണ്ട് അല്ലെ. ഇവിടെ അതോറിറ്റീസ് ഉണ്ട് നമുക്ക് തരാൻ. നമുക്ക് കറൻസി ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. നമുക്ക് ആധാർ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? UIDAI ആണ്. നമുക്ക് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയിലെ CC, അതായത് കൺട്രോളർ, എന്താണ് മറ്റേ സർട്ടിഫൈങ് കൺട്രോളിംഗ് അതോറിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൺട്രോളർ ഓഫ് സർട്ടിഫൈങ് അതോറിറ്റീസ് എന്ന് പറയുന്ന ഒരു അതോറിറ്റിയെ ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് ശരിക്കും ഇന്ത്യയിൽ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ എക്കോസിസ്റ്റത്തെ കംപ്ലീറ്റ്ലി റെഗുലേറ്റ് ചെയ്യുന്ന, ഇന്ത്യയിലെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ എക്കോസിസ്റ്റത്തെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത്. ഇവരാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും കംപ്ലീറ്റ്ലി നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രൂപീകരിച്ചിട്ടുള്ള CCA എന്ന് പറയുന്നത് അല്ലെ. അപ്പോ CC എന്ന് പറയുന്ന കൺട്രോളർ ഓഫ് സർട്ടിഫൈങ് അതോറിറ്റി അല്ലെ. ഇവരാണ് ഇവരുടെ ഡ്യൂട്ടി, അല്ലെങ്കിൽ 17 പ്രകാരം ഇങ്ങനെ ഒരു അതോറിറ്റിയെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവരുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കണ്ട. അപ്പൊ അതുപ്രകാരം ഇവിടെ ഒരു കൺട്രോളർ ഓഫ് സർട്ടിഫൈങ് അതോറിറ്റി ഉണ്ട്. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി കൺട്രോളർമാരുണ്ട്, അസിസ്റ്റന്റ് കൺട്രോളർമാരുണ്ട്, CCA അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. കൺട്രോളറിനെ സഹായിക്കാനായിട്ട് ഇവിടെ ഡെപ്യൂട്ടി ഉണ്ട്, അസിസ്റ്റന്റ് കൺട്രോളേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കൺട്രോളറിന്റെ ഫങ്ഷൻസ് എന്താണ്? സെക്ഷൻ 18 പ്രകാരം ഒന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ദിസ് ഈസ് ദ കോർ ഓപ്പറേഷൻ സെക്ഷൻ. ദ കൺട്രോളേഴ്സ് പ്രൈമറി ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് എക്സസൈസിങ് സൂപ്പർവിഷൻ ഓവർ ദ ആക്ടിവിറ്റീസ് ഓഫ് സർട്ടിഫൈങ് അതോറിറ്റീസ്. സർട്ടിഫൈങ് അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന സർട്ടിഫൈങ് അതോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ വിൽക്കാനായിട്ട്, ഇഷ്യൂ ചെയ്യാനായിട്ട് അധികാരം കൊടുത്തിട്ടുള്ള അതോറിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ മുദ്ര, ഈ കാപ്രിക്കോൺ എന്നൊക്കെ പറയുന്ന കമ്പനികളാണ് നമ്മൾ അവരുടെ അടുത്ത് പോയിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ മേടിക്കുന്നത്. അപ്പൊ നേരത്തെ CCയുടെ അടുത്ത് പോയിട്ട് പറ്റില്ല. CC അവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. ഈ ലൈസൻസ്ഡ് ഏജൻസികൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിജിറ്റൽ സിഗ്നേച്ചർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് ലൈസൻസ് കൊടുത്തിട്ടുള്ള, അധികാരം കൊടുത്തിട്ടുള്ളത് ആരാണ്? CCA. മനസ്സിലാവുന്നുണ്ടോ? ഇവരാണ് കൺട്രോളർ ഓഫ് സർട്ടിഫൈങ് അതോറിറ്റി ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? സർട്ടിഫൈങ് അതോറിറ്റീസിന് അധികാരം നൽകിയിട്ടുള്ളത്. അപ്പോ ആ പറഞ്ഞിട്ടുള്ള സർട്ടിഫൈങ് അതോറിറ്റീസിനെ കംപ്ലീറ്റ് സൂപ്പർവൈസ് ചെയ്യുക. അവര് ഡിജിറ്റൽ സിഗ്നേച്ചർ അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെ ഇരിക്കണം, അതിനകത്ത് എന്തെല്ലാം ടെക്നിക്കൽ ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഇഷ്യൂ ചെയ്ത ഡിജിറ്റൽ സിഗ്നേച്ചറെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സൂക്ഷിക്കുന്ന ഒരു സൂക്ഷിപ്പുകാരനുടെ റിപ്പോസിറ്ററി ആണ് ആര്?
അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് സെക്ഷൻ 18 പ്രകാരം നമ്മുടെ CCAക്ക് ചില ഫങ്ഷൻസ് ഉണ്ട്, ചില അധികാരങ്ങളുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്നു, നാഷണൽ റിപ്പോസിറ്ററി ആണ്. ഇന്ത്യയിലെ കംപ്ലീറ്റ് ഡിജിറ്റൽ സിഗ്നേച്ചറുകളും സൂക്ഷിക്കുന്ന, ഡിജിറ്റൽ സിഗ്നേച്ചർ ഇഷ്യൂൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻസും സൂക്ഷിച്ചു വെക്കുന്നത് ആരാണ്? ഈ നാഷണൽ റിപ്പോസിറ്ററി ആണെന്നുള്ളത് ഓർക്കുക. ഉദാഹരണം നമ്മൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഇഷ്യൂ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, ഒരു സർട്ടിഫൈങ് അതോറിറ്റിയാണ് ഈ മുദ്ര എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ CCAക്ക് പറയാം, CCA അവർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ CCAക്ക് ഈ മുദ്രയോട് പറയാം എന്ത് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സ് വേണം, അല്ലെ, എന്ത് തരത്തിലുള്ള എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സ് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി സിസ്റ്റംസ് നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ, ഇന്ന സെക്യൂരിറ്റി സിസ്റ്റംസ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം, അല്ലെ? പിന്നെ മാത്രമല്ല, CCAക്ക് പറയാം, നിങ്ങൾ ഓരോ ക്ലയന്റിനും കൊടുത്തിട്ടുള്ള, ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നൽകണം. ഞങ്ങൾക്ക് അതിന്റെ ഡാറ്റാബേസ് സൂക്ഷിക്കാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കംപ്ലീറ്റ് ഇൻഫർമേഷൻസും കൂടി ഡീറ്റെയിൽ മാരുടെ കാര്യം ഇവിടെ ഫോറിൻ അതോറിറ്റീസിനെയും CCAക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിദേശത്തുള്ള സർട്ടിഫൈങ് അതോറിറ്റീസിന്റെ ഇഷ്യൂ ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനും റെക്കഗ്നൈസ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യയിലെ CCAക്ക് ഉണ്ട്. അതായത് വിദേശത്ത് ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലും വാലിഡ് ആവണമെങ്കിൽ, ആ ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രകാരം ഏതെങ്കിലും ഡോക്യുമെന്റ്സ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിജിറ്റൽ സിഗ്നേച്ചർ വാലിഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അതിന് റെക്കഗ്നിഷൻ കിട്ടണം. ഇന്ത്യയിൽ ആരാണ് റെക്കഗ്നിഷൻ കൊടുക്കുന്നത്? CCA ആണ്. അത് സെൻട്രൽ ഗവൺമെന്റ് പെർമിഷനോട് കൂട്ടിക്കൊണ്ട് CCAക്ക് എന്ത് ചെയ്യാം? അതിന്റെ പെർമിഷൻസ്, അതിന്റെ റെക്കഗ്നിഷൻ കൊടുക്കാം എന്നുള്ളതാണ്. ഉദാഹരണം, അമേരിക്കയിലുള്ള ഒരു CEO, അയാൾ ന്യൂയോർക്കിലാണ്, അയാൾക്ക് ഇന്ത്യൻ IT ഫേമുമായിട്ട് ഒരു ബിസിനസ് കോൺട്രാക്ട്, അല്ലെ? അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാൾ ആ കംപ്ലീറ്റ് കോൺട്രാക്റ്റുകളും അയാൾ ഡിജിറ്റലി സൈൻ ചെയ്തു. അപ്പൊ അയാൾക്ക് അവിടെ നിന്നുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആര് ഇഷ്യൂ ചെയ്തത്? അവിടെയുള്ള ഒരു സർട്ടിഫൈങ് അതോറിറ്റിയാണ് അവർക്ക്, അമേരിക്കയിലുള്ള ഒരു ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫൈങ് അതോറിറ്റിയാണ് അയാൾക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇഷ്യൂ ചെയ്തത്. അത് വെച്ചുകൊണ്ട് അയാൾ ഡിജിറ്റലി സൈൻ ചെയ്തു. അപ്പൊ അയാൾ ആ സൈൻ ചെയ്ത ഡോക്യുമെന്റ്, ഡിജിറ്റലി സൈൻ ചെയ്ത ഡോക്യുമെന്റ് ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യണം? CCA അതിന് ഒഫീഷ്യൽ റെക്കഗ്നിഷൻ കൊടുക്കണം. സെക്ഷൻ 19 പ്രകാരം നമ്മൾ അതിന് റെക്കഗ്നിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അമേരിക്കൻ സിഗ്നേച്ചർ എന്താണ്? പെർഫെക്റ്റ്ലി വാലിഡ് ആണ്, അത് ലീഗലി എന്താണ്? ബൈൻഡിങ്ങുമാണ് ഇന്ത്യയിൽ എന്നുള്ളത് ഓർക്കുക. സെക്ഷൻ 20 പ്രകാരം പവർ ടു ഇഷ്യൂ റിന്യൂ ലൈസൻസസ്, അല്ലെ? അതായത് ഈ CCA ആണ് എന്താ പറയുക, ഇന്ത്യയിൽ എന്താ പറയുക, ലൈസൻസുകൾ ഗ്രാന്റ് ചെയ്യുക. അതായത് കൺട്രോളിംഗ് അതോറിറ്റീസിന് ഡിജിറ്റൽ സിഗ്നേച്ചറുകളും ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ലൈസൻസ് ഗ്രാന്റ് ചെയ്യുക, റിന്യൂ ചെയ്ത് കൊടുക്കുന്നത്, ലൈസൻസുകൾ റിജക്ട് ചെയ്യുന്നത്, അല്ലെ? അതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞിട്ടുള്ള CCA ആണെന്നുള്ളത് ഓർക്കുക. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ആരാണ്? സർട്ടിഫൈങ് അതോറിറ്റി. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം സർട്ടിഫൈങ് അതോറിറ്റി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു അറിവ് ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. കണ്ടോ, ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ ഓർ എൻ എൻറ്റിറ്റി ദാറ്റ് ഹാസ് ബീൻ ഗ്രാൻഡഡ് ലൈസൻസ്. ആരാണ് ലൈസൻസ് കൊടുത്തത്? കൺട്രോളർ, അല്ലെ? സർട്ടിഫൈങ് അതോറിറ്റി കൺട്രോളർ ആണ് എന്ത് ചെയ്തത്? ലൈസൻസ് കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇഷ്യൂ ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക്. അപ്പൊ ഇവരാണ്, ഈ സർട്ടിഫൈങ് അതോറിറ്റീസ് ആണ് നമ്മൾക്ക് എന്ത് നൽകുന്നത്? ഇവിടെ ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ നൽകി. ഈ മുദ്ര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാപ്രിക്കോൺ എന്നൊക്കെ പറയുന്ന കമ്പനികൾ വളരെ ഫേമസ് ആണ്. അവരാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇഷ്യൂ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ സെക്ഷൻ 2(1)(g) IT ആക്ടിനകത്താണ് ശരിക്കും ആരാണ് സർട്ടിഫൈങ് അതോറിറ്റി എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെ? ഇവിടെ എന്താണ്? ദേ ആർ എ പേഴ്സൺ ഓർ എൻറ്റിറ്റി ദാറ്റ് ഹാസ് ബീൻ ഒറിജിനലി ഗ്രാൻഡഡ് ലൈസൻസ് ടു ഇഷ്യൂ ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് അണ്ടർ സെക്ഷൻ 2. അപ്പോൾ നമുക്ക് ഇവിടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പെൻഡ്രൈവ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ള ആളുകളാണ് ഇവർ, അല്ലെ? എസോണോ? പിന്നെ 21 പ്രകാരം ആപ്ലിക്കേഷൻ ടു ഇഷ്യൂ ലൈസൻസസ്. അതായത് എനി പേഴ്സൺ ക്യാൻ അപ്ലൈ ടു ദ കൺട്രോളർ ഫോർ എ ലൈസൻസ് ടു ഇഷ്യൂ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ദേ മീറ്റ് റിക്വയർമെന്റ്സ് റിഗാർഡിംഗ്. അപ്പൊ നമുക്ക് 21 പ്രകാരമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലെ? സോ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഞാനൊരു ഓഫീസർ ആണെങ്കിൽ എനിക്ക് ചില ഡോക്യുമെന്റുകൾ ഡിജിറ്റലി സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സർട്ടിഫൈങ് അതോറിറ്റീസിന്റെ അടുത്ത് ഞാൻ ചെല്ലും. എനിക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവർ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്, അല്ലെ? ചില കണ്ടീഷൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇവിടെ മറ്റേ ഉദാഹരണം എന്താ പറയാ,
ഇവിടെ പറയുന്നത്, സോറി, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇവിടെ ചെറിയൊരു ഭാഗം, ഒരു ചെറിയ മിസ്റ്റേക്ക്. സെക്ഷൻ 21 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇഷ്യൂ ലൈസൻസ് ആണ്, സോറി. അത് ഇവിടെ പറയുന്നത് സോറി ചെറിയൊരു പിഴവ് സംഭവിച്ചു, അവിടെ ഒരു കൺഫ്യൂഷൻ വന്നതാണ്. ഒന്നുമില്ല, 21 പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇഷ്യൂ ചെയ്യേണ്ട സർട്ടിഫൈങ് അതോറിറ്റി ആവണമെന്നുണ്ടെങ്കിൽ, അതാണോ നേരെ ഞാൻ പറഞ്ഞത്, നേരെ തിരിഞ്ഞുപോയി, ഞാൻ സബ്സ്ക്രൈബറിലേക്കാണ് എത്തിയത്, സോറി. അതായത് ഇവിടെ ഒരു സർട്ടിഫൈങ് അതോറിറ്റി ആയിട്ട് ഒരാൾക്ക് ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? സെക്ഷൻ 21 പ്രകാരം എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം, ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ആരുടെ അടുത്ത് അപ്ലൈ ചെയ്യണം? കൺട്രോളറിന്റെ അടുത്ത്. കണ്ടോ? apply to the controller for a license to issue digital signature certificates, provided they meet requirements regarding qualification, expertise, manpower and financial resources. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോൾ ഉദാഹരണം, ഞാൻ ഇപ്പോൾ ഒരു കേരളത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഒരു സർട്ടിഫൈങ് അതോറിറ്റി ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ആപ്ലിക്കേഷൻ കൺട്രോളർക്ക് നൽകും. അപ്പോൾ കൺട്രോളർ പറയണം, നിങ്ങൾക്ക് കണ്ടീഷൻസ് വെക്കും, ഇത്ര നെറ്റ്വർത്ത് വേണം, ഇത്ര ടേൺ ഓവർ വേണം, നിങ്ങൾക്ക് വേൾഡ് ക്ലാസ് എൻക്രിപ്ഷൻ സെർവറുകൾ വേണം, ഇത്ര എംപ്ലോയീസ് വേണം, അല്ല ആ എംപ്ലോയീസിന് ഇത്ര ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ ലൈസൻസ് നൽകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കംപ്ലൈ ചെയ്യുകയാണെങ്കിൽ 21 പ്രകാരം അവർക്ക് എന്ത് കിട്ടും? ലൈസൻസ് ലഭിക്കും എന്നുള്ളതാണ്. എവറി CA, കണ്ടോ, എവറി കൺട്രോളിംഗ് അതോറിറ്റീസ് must strictly ensure that its cryptographic systems are secure, free from modifications and compliant with the standards set by the controller എന്നുള്ളതാണ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് നിങ്ങളുടെ സിസ്റ്റംസ് എല്ലാം കംപ്ലീറ്റ്ലി സെക്യൂർ ആണ്, ആരും ടാമ്പർ ചെയ്യാൻ പോകുന്നില്ല, ആരും ഹാക്ക് ചെയ്യാൻ പോകുന്നില്ല, അല്ലെ? അതായത് നിങ്ങൾ എല്ലാ പ്രൈവസി സ്റ്റാൻഡേർഡ്സുകളും എന്താ പറയാ, എല്ലാ തരത്തിലുമുള്ള സർട്ടിഫിക്കേഷൻസും ഉള്ള കംപ്ലീറ്റ്ലി ഫ്രീ ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ സെർവറുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? ഇവിടെ ഇതിനുള്ള ലൈസൻസ് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള IT ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആസ് CA സർട്ടിഫൈങ് അതോറിറ്റി നിങ്ങൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ മറ്റേ CCA പറയുന്ന സ്റ്റാൻഡേർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ലൈസൻസ് കണ്ടീഷൻസ് കംപ്ലീറ്റ്ലി ബ്രീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോളർക്ക് നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം, നിങ്ങളെ അല്ലെങ്കിൽ പെർമനന്റ്ലി നിങ്ങളുടെ ലൈസൻസ് റിവോക്ക് ചെയ്യാനുള്ള അധികാരം ഒക്കെ ആർക്കുണ്ട്? CCAക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ നമുക്ക് സെക്ഷൻ 31 പ്രകാരം എന്താ പറയാ, പലതരത്തിലുള്ള പണിഷ്മെന്റ്സുകൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്യൂ, പണിഷ്മെന്റ്സിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ ക്രിമിനൽ നടപടി, ചീറ്റിംഗ് പോലുള്ള സംഗതികൾക്ക് എടുക്കാം. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഇപ്പോൾ നിങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യാൻ, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളെ ക്രിമിനൽ ഒഫൻസിന് പ്രോസിക്യൂട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഇനി നമ്മുടെ സിലബസിൽ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് സബ്സ്ക്രൈബർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ 2 ക്ലോസ് 1 ക്ലോസ് ZG പറയുന്ന ഒരു പ്രൊവിഷൻ നമ്മൾ എന്താണ് സബ്സ്ക്രൈബർ എന്ന് പറയുന്നത്. ഈ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി, അതായത് നമ്മൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന, ഞാൻ നേരത്തെ തെറ്റിപ്പോയെന്ന് പറഞ്ഞില്ല ആ ഒരു ഭാഗം, അതായത് ആപ്ലിക്കന്റ്. ഇപ്പൊ എനിക്കാണ് ഞാനൊരു ഓഫീസർ ആണെങ്കിൽ എനിക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണ് സബ്സ്ക്രൈബർ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണിക് സിഗ്നേച്ചർ അല്ലെ, എനിക്കൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ വേണമെന്നുണ്ടെങ്കിൽ ഞാനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്നെയാണ് എന്ത് വിളിക്കുന്നത്? ഇവിടെ സബ്സ്ക്രൈബർ എന്ന് വിളിക്കുന്നത്. അല്ലെ? അപ്പോ സെക്ഷൻ 2 ക്ലോസ് 1 ക്ലോസ് ZG ഡെഫിനിഷനിൽ പറയുന്നത്, അല്ലെ? അപ്പൊ സെക്ഷൻ 35 പ്രകാരം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാണ്, അല്ലെ, നിങ്ങളൊരു സർട്ടിഫൈങ് അതോറിറ്റി അടുത്ത് പോകുന്നു, നിങ്ങളുടെ ഐഡന്റിറ്റി അല്ലെ നിങ്ങളുടെ KYC നടത്തും, നിങ്ങളുടെ വീഡിയോ വെരിഫിക്കേഷൻ, നിങ്ങളുടെ പാന്, ആധാർ, ഒരു നിശ്ചിത ഫീസും ഉണ്ട്, നിങ്ങളുടെ ഓഫീസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സർട്ടിഫൈങ് അതോറിറ്റി നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ചെയ്യും? ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും എന്നുള്ളതാണ് സെക്ഷൻ 35 പ്രകാരം. സെക്ഷൻ 40 പ്രകാരം നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് പബ്ലിക് കീ ഉണ്ടാവും, അല്ലെ? പ്രൈവറ്റ് കീ പബ്ലിക് കീ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. അത് എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾക്ക് നൽകുന്ന പ്രൈവറ്റ് കീ എന്തിനോട് കറസ്പോണ്ട് ചെയ്ത് നിൽക്കണം? നിങ്ങളുടെ പബ്ലിക് കീയുമായിട്ട് കറസ്പോണ്ട് ചെയ്ത് നിൽക്കണം. എന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് ഡിജിറ്റലി സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങളൊരു ഡിജിറ്റൽ സെക്ഷൻ 41 പ്രകാരം നിങ്ങളൊരു
മറ്റേ എന്താ പറയുക ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു എന്ന് എങ്ങനെ അനുമാനിക്കാൻ പറ്റും, എങ്ങനെ അത് ഉപയോഗിച്ചു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു എന്ന് എങ്ങനെ ഡീം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതൊന്നുമില്ല, നിങ്ങൾ ഏതെങ്കിലും ഡോക്യുമെന്റുകളിൽ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക്ക് പബ്ലിഷ് ചെയ്യുകയോ അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ അത് എന്താ പറയാ ഏതെങ്കിലും ഡോക്യുമെന്റുകളിൽ സൈൻ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആ സാധനം ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. യു സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സെക്ഷൻ എന്താ പറയാ 42 പ്രകാരം ഡ്യൂട്ടി ഓഫ് കൺട്രോൾ, നിങ്ങളുടെ പ്രൈവറ്റ് കീ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ തരുന്ന സമയത്ത് കൃത്യമായിട്ട് അത് സൂക്ഷിക്കണം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രൈവറ്റ് കീ പുറത്ത് പോകരുത്. ആ കംപ്ലീറ്റ്, അതായത് നിങ്ങളുടെ ആ USB ആ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ സോറി ആ USB നിങ്ങൾക്ക് നൽകുന്ന പെൻഡ്രൈവ് നിങ്ങളുടെ കൺട്രോളിലാണ്. അത് പോകാൻ പാടില്ല, അതിന്റെ പാസ്വേഡ് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുകയാണ്, അല്ലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് അത് കുത്തിവെച്ചു, നിങ്ങൾ അത് എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു, നിങ്ങൾ ഉടൻ തന്നെ ആ സർട്ടിഫിക്കറ്റ് റിവോക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫൈങ് അതോറിറ്റിയെ നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? നിങ്ങളത് ഇൻഫോം ചെയ്യണം, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സെക്ഷൻ 42 പ്രകാരം അത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത്. പിന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇന്റർമീഡിയറി ആണ്. നമ്മളുടെ എന്താണ് സിലബസിൽ നമ്മൾ അടുത്ത് കൊടുത്തിരിക്കുന്നതാണ് ഇന്റർമീഡിയറി. ഈ ഇന്റർമീഡിയറി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ സെക്ഷൻ 2 ക്ലോസ് 1 ക്ലോസ് W പ്രകാരമാണ് ഇന്റർമീഡിയറി ആരാണെന്നുള്ളത് പറയുന്നത്. ഇന്റർമീഡിയറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എൻറ്റിറ്റി ദാറ്റ് ആക്ട്സ് ആസ് എ പൈപ്പ് ലൈൻ, സ്റ്റോറേജ് ഫെസിലിറ്റി ഓർ എ പ്ലാറ്റ്ഫോം ഫോർ ഡാറ്റ ഇൻ സൈബർ സ്പേസ്. ദേ ഡു നോട്ട് ക്രിയേറ്റ് ഓർ ഇനീഷ്യേറ്റ് ദ ഡാറ്റ, ദേ മിയർലി ട്രാൻസ്മിറ്റ്, ഹോസ്റ്റ് ഓർ പ്രോസസ് ഇറ്റ് ഓൺ ബിഹാഫ് ഓഫ് അതേഴ്സ് എന്നാണ് പറയുന്നത്, അല്ലെ. അതായത് നമ്മുടെ ഈ പറഞ്ഞ ഇന്റർമീഡിയറ്റ്സിന് ഒരു മിഡിൽമെൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെ. ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ ഒരു മിഡിൽമെൻ, അതായത് ഇവരൊരു എൻറ്റിറ്റിയാണ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഡ്യൂട്ടി എന്താണ്? നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റകൾ റിസീവ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ്, ഒരു എൻറ്റിറ്റിയാണ്, അല്ലെ. നിങ്ങളുടെ ഇൻഫർമേഷൻസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന, സ്റ്റോർ ചെയ്യുന്ന, അല്ലെ, അവരെയാണ് നമ്മൾ സാധാരണ രീതിയിൽ എന്ത് വിളിക്കുക? ഇന്റർമീഡിയറി എന്ന് പറയുക. ഇവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇവർക്ക് സ്വന്തമായി ഒരു ആക്ച്വൽ കണ്ടന്റ് ഇല്ല. പക്ഷെ ഇവർ എന്ത് ചെയ്യാണ്? നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റാസും ഇൻഫർമേഷൻസും എന്ത് ചെയ്യുക? അത് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റുന്ന പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ഉദാഹരണം നമുക്ക് ജിയോ, എയർടെൽ, BSNL, അല്ലെ, ഇവരൊരു ഇന്റർനെറ്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്യാണ്. ഇവരുടെ നെറ്റ്വർക്കിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫർമേഷൻസ് കടത്തിവിടുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റഗ്രാം, എക്സ്, നമ്മുടെ പഴയ ട്വിറ്റർ, ഫേസ്ബുക്ക്, അല്ലെ, ഇങ്ങനെയുള്ള സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഫോട്ടോസും നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആണ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അവര് എന്ത് ചെയ്യുന്നത്? തേർഡ് പാർട്ടി സെല്ലേഴ്സ്, ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ അവർ കണക്ട് ചെയ്യിപ്പിക്കുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അവർക്ക് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ല. സെർച്ച് എഞ്ചിനുകൾ, ഗൂഗിൾ, അല്ലെ. അപ്പോ അവര് എന്താ പറയാ, അവര് വെബ്സൈറ്റുകൾ ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുണ്ടാക്കി മറ്റേ വെബ്സൈറ്റുകളും മറ്റും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ സെർച്ച് എഞ്ചിൻ ഇൻഡെക്സ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പേയ്മെന്റ് ഗേറ്റ്വേസ്, അല്ലെ, റേസർ പേ, Paytm, അവർ നിങ്ങളുടെ പൈസ പ്രോസസ് ചെയ്യുന്നു, നിങ്ങളുടെ, അല്ലെ, അതെല്ലാം. അപ്പൊ ഇതൊക്കെ ആ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നവരാണ് ആര്? ഇന്റർമീഡിയറി എന്ന് പറയുന്നത്. കണ്ടോ? Intermediary broadly to include telecom service providers, internet service providers, web hosting services, search engines, online marketplaces, online payment gateways and social media networks എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ സെക്ഷൻ 79 പ്രകാരം ഇവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ദിസ് ഈസ് ആർഗുലി മോസ്റ്റ് ഡിബേറ്റഡ് സെക്ഷൻ ഓഫ് IT ആക്ട്. ഐറ്റിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രൊവിഷനാണ് സെക്ഷൻ 79 എന്ന് പറയുന്നത്. കാരണം ഈ ഇന്റർമീഡിയറീസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ തേർഡ് പാർട്ടി ഡാറ്റാസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുമുള്ള ലയബിലിറ്റീസ് അവർക്ക് ഉണ്ടാവില്ല. ഇത് കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ ഇമ്മ്യൂണിറ്റി എന്താണ്? കണ്ടീഷനിലാണ് എന്നുള്ളതാണ്. ചില ക്രൈറ്റീരിയാസ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്, അല്ലെ. ഇപ്പൊ സാധാരണ രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാനിപ്പോ ഒരു കത്തയച്ചു, ഒരാളെ തെറി പറഞ്ഞുകൊണ്ട് ഒരു കത്തയച്ചു, കൊല്ലത്തുള്ള ഒരു ചേട്ടനെ തെറി പറഞ്ഞുകൊണ്ട് കത്തയച്ചു. ആ കത്ത് എത്തിച്ചു കൊടുക്കുന്നത് പോസ്റ്റ്മാൻ ആണ്. ആ ലെറ്റർ വായിക്കുമ്പോൾ തെറിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പോസ്റ്റ്മാനെ പോയി തല്ലോ.
ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു സാധനം പോസ്റ്റ് ചെയ്യാണ്. ആ പോസ്റ്റ് ചെയ്തെന്നുള്ള കാരണം കൊണ്ട് ആ ഇൻസ്റ്റാഗ്രാമിനെ നമുക്ക് പോയി തല്ലാൻ പറ്റും, ഇൻസ്റ്റാഗ്രാമിന്റെ മുതലാളി പോയി തല്ലാൻ പറ്റും? പറ്റില്ല എന്നുള്ള, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പോൾ സെക്ഷൻ 79 പ്രകാരം ഇവർക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെ, ഇവരെ നമുക്ക് ജയിലിൽ അടക്കാൻ പറ്റില്ല, ഫൈൻ ചെയ്യാൻ പറ്റില്ല, അല്ലെ, സൂ ചെയ്യാൻ പറ്റില്ല. അപ്പോ സേഫ് ഹാർബർ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ സെക്ഷൻ 79 പ്രകാരം, 79 ക്ലോസ് 2 പ്രകാരം ഇവിടെ ചില ക്രൈറ്റീരിയസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആര്? ഈ പറഞ്ഞ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ഞാൻ പറയും ഈ ഹാർബർ, ഇവർക്ക് നൽകിയിരിക്കുന്ന ഈ സേഫ് ഹാർബർ ഒരു ബ്ലാങ്ക് ചെക്ക് ആയിട്ട്, ദാറ്റ്സ് നോട്ട് എ ബ്ലാങ്ക് ചെക്ക്, അല്ലെ. അവര് ചില കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. അവരെപ്പോഴും ന്യൂട്രൽ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്ലാറ്റ്ഫോംസോ നെറ്റ്വർക്ക്സോ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അവരൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ദേ ഷുഡ് നോട്ട് ഇനീഷ്യേറ്റ് മെസ്സേജ്. അവരൊരിക്കലും മറ്റേ എന്താ പറയുക, മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാനോ, അയക്കുന്ന മെസ്സേജുകൾ ഒപ്പീനിയൻസ് മറ്റേ അവർ ഹോസ്റ്റ് ചെയ്യാന്നുള്ള, അവരൊരിക്കലും അത് എഡിറ്റ് ചെയ്യാനോ മറ്റും പാടില്ല എന്നുള്ളത്. അവരെന്ത് ചെയ്യണം? ദേ മസ്റ്റ് ബി എ ബ്ലൈൻഡ് ഡെലിവറി സിസ്റ്റം എന്നുള്ള രീതിയിൽ തന്നെ അവർ പോകണം എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ഡ്യൂ ഡിലിജൻസ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അവരെപ്പോഴും പബ്ലിഷ് ചെയ്യണം, പ്രൈവറ്റ് പോളിസീസ് കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യണം. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ടാവണം. ഫോളോ നമ്മുടെ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള രീതിയിൽ IT റൂൾസുകൾ. നമ്മളിപ്പോൾ ഉദാഹരണം ഗ്രീവൻസ് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവര് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്, അല്ലെ. ദേ മസ്റ്റ് നോട്ട് ഇനീഷ്യേറ്റ് ട്രാൻസ്മിഷൻ, സെലക്ട് ബൈ ദ റിസീവർ ഓർ മോഡിഫൈ ദ ഇൻഫർമേഷൻ. ദേ മസ്റ്റ് സ്ട്രിക്ട്ലി അഡിയർ ടു ഡ്യൂ ഡിലിജൻസ് ഗൈഡ്ലൈൻസ് പ്രിസ്ക്രൈബ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ളതാണ്, അല്ലെ. പക്ഷേ നമ്മുടെ 79 ക്ലോസ് 3 പ്രകാരം അവരുടെ ആ ഒരു സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, അവരെ കോടതിയിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന കോൺസ്പിറേറ്റർ എന്നുള്ള രീതിയിലേക്ക്, അല്ലെ, അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ക്രിമിനൽസുകളെ എയ്ഡ് ചെയ്യുക, സ്കാംസുകൾ ഉണ്ടാക്കാനായിട്ട് എയ്ഡ് ചെയ്യുക, അല്ലെ. സോനോ ഉദാഹരണം പറയാണ്, ഒരു നമ്മുടെ കോടതിയോ അല്ലെങ്കിൽ ഇവിടെ ഗവൺമെന്റ് ഏജൻസിയോ പ്ലാറ്റ്ഫോമിൽ ഒരു മെസ്സേജ് അയക്കാണ്. ഇവിടെ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ, ഈ ഒരു മെസ്സേജ് ഇല്ലീഗലാണ്, ഡിഫാമേറ്ററി ആണ്, അത് ഉടൻ തന്നെ റിമൂവ് ചെയ്യണം. അത് അവർ ചെയ്യുന്നില്ല, പ്ലാറ്റ്ഫോം അത് എടുത്ത് കളയുന്നില്ല, അല്ലെങ്കിൽ അത് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാമസം വരുന്നുണ്ടെങ്കിൽ സെക്ഷൻ 79 ക്ലോസ് 3 പ്രകാരം അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ 69A എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്, അല്ലെ. അതായത് മറ്റേ 69A എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് അധികാരം നൽകുന്ന ഒരു പവറാണ് 69A എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ദേശീയ താല്പര്യം, നാഷണൽ സെക്യൂരിറ്റി, പബ്ലിക് ഓർഡർ, രാജ്യത്തിന്റെ ഡിഫൻസ്, അല്ലെങ്കിൽ ഡിഫെൻഡിങ് ദ കൺട്രി എന്നുള്ള ആ ഗ്രൗണ്ടിൽ ഗവൺമെന്റ് എന്തരം ഇന്റർമീഡിയറ്റോട് ആജ്ഞാപിക്കാം, എന്ത് ചെയ്യാം, ഇവിടെ എന്താ പറയാ, ഒരു ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് ആക്സസ് നൽകുന്നത് കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്കോ ആപ്പിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഫർമേഷനിലേക്ക് ആക്സസ് കൊടുക്കുന്നത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർമീഡിയറ്റ് ഗവൺമെന്റിന് കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കാം, കൃത്യമായ രീതിയിൽ നിർദ്ദേശം കൊടുക്കാം. അങ്ങനെ നൽകി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി അത് ഫോളോ ചെയ്തിട്ടുണ്ടാവണം എന്താണ് 69A പ്രകാരം, അല്ലെ. ഉദാഹരണം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെയുള്ള ഒരു പാകിസ്ഥാൻ ആപ്പ് അല്ലെങ്കിൽ ഒരു ചൈനീസ് ആപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലെ വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള, വളരെ രഹസ്യമായിട്ടുള്ള ചില മിലിറ്ററി ഇൻഫർമേഷൻസ് സ്റ്റീൽ ചെയ്യുന്നുണ്ട്. അത് രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുന്നുണ്ടെന്ന്, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവർ ഉടനെ ഈ സെക്ഷൻ 69A എന്ത് ചെയ്യും? ഇൻവോക്ക് ചെയ്യും. അവര് ഗൂഗിളിനോടോ അല്ലെങ്കിൽ നമ്മളെ എന്താണ് ആപ്പിളിനോടോ പറയും, എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റോറിൽ നിന്ന് ആപ്പ് എടുത്ത് കളയണം. അല്ലെങ്കിൽ എയർടെലിനോടോ മറ്റും ജിയോനോടൊക്കെ പറയും, എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റേ എന്താ പറയാ, ആ ആപ്പിന്റെ സെർവർ ബ്ലോക്ക് ചെയ്യണം, ഇന്ത്യയിൽ ആ ആപ്പ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ തടയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയാ, ഇൻഫർമേഷൻ നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ അത് ഉടനെ ചെയ്യണം. 69A പ്രകാരം ഗവൺമെന്റ് ആ നിർദ്ദേശം നൽകി ഉറപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ടിക്ടോക്കിന്റെയും പബ്ജിയുടെ ഒക്കെ കേസിൽ നമ്മൾ കേട്ടത്. 2020-19 കാലഘട്ടം ടിക്ടോക്ക് ഒക്കെ എടുത്ത് കളഞ്ഞതുകൊണ്ടാണ്. ചൈനീസ് ആപ്പുകളാണല്ലോ. അത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും മറ്റും എന്താ പറയുക, മറ്റത്തെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ അത് ബാധിക്കുന്നുണ്ട് എന്ന് കണ്ടതിന് ശേഷമാണ് സർക്കാർ 69A പ്രകാരം ഈ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്ന് നിർത്തലാക്കാൻ പറഞ്ഞത്.
അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്റർമീഡിയറീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞ ആ തുടക്കത്തിൽ പറഞ്ഞ ഇത് പ്രകാരം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ അജണ്ട, ഇന്നത്തെ ഒരു ചർച്ച നമ്മൾ എന്തായിരുന്നു ഇവിടം വരെ ഇന്റർമീഡിയറ്റ്സ് വരെ കണ്ട ഫണ്ടമെന്റൽസ് ഓഫ് സൈബർ സ്പേസ് മുതൽ ഇന്റർമീഡിയറ്റ്സ് വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ സർട്ടിഫൈങ് അതോറിറ്റീസ്, കൺട്രോളർ, സബ്സ്ക്രൈബേഴ്സ്, ഇന്റർമീഡിയറീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ആട്രിബ്യൂഷൻ, അക്നോളജ്മെന്റ്, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ 7 വരെയുള്ളത്. ഇനി നമ്മൾ അടുത്ത സെഷൻ എന്ന് പറയുന്നത് പെനാൽറ്റീസ്, കോമ്പൻസേഷൻ മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്തത് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പെനാൽറ്റീസ്, കോമ്പൻസേഷൻ, അഡ്ജുഡിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷകൾക്ക് മിക്കവാറും ഈ ഫൈൻസും പണിഷ്മെന്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഈ കൺസെപ്റ്റ്സുകൾ, ഈ ഡെഫിനിഷൻസ് എല്ലാം കൃത്യമായിട്ട് ഓർക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് തെറ്റാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.